अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। इन्नल हम्दलिल्लाह नहमदुहु व नस्तईनुहु व नस्तगफिरुहु व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना मन यहदिहिल्लाहु फला मुदिल्ल लहु व मन युद्लिल फला हादिय लहु व अशहदु अन ला इलाहा इल्लल्लाहु वहदहु ला शरीक लहु व अशहदु अन्न मुहम्मदन अब्दुहु व रसूलुहु। या अय्युहल्लज़ीना आमनु तक़ुल्लाह हक़्क़ तुक़ातिही वला तमूतुन्न इल्ला व अंतुम मुस्लिमून। अम्मा बअदु फ़इन्न ख़ैरल हदीसी किताबुल्लाह व अस्दक़स सुननि सुनन मुहम्मदिन सल्लल्लाहु अलैहि वसल्लम व शर्रल उमूरि मुहदसातुहा व कुल्लु मुहदसतिन बिदअह व कुल्लु बिदअतिन ज़लालह व कुल्लु ज़लालतिन फ़िन्नार। अऊज़ु बिल्लाहि मिनश शैतानिर रजीम व अंज़लना इलैका ज़िक्र लितुबय्यिന लिन्नासि मा नुज़्ज़िല ഇലൈഹിം। പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സർവാധിനാഥനായ റബ്ബിൻ്റെ എല്ലാ വിധിവിലക്കുകളും മാനിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻപടി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് തഖ്വ കൈവിടാതെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. സലഫി ദഅവത്തുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന തത്വങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. അൽ ഇസ്ബാഹ് ഫി ബയാനി മൻഹജ് സലഫ് ഫി തർബിയത്തി വൽ ഇസ്ലാഹ് എന്ന പേരിൽ ഷെയ്ഖ് അബ്ദുല്ലാഹി ഇബ്നു സാലിഹുൽ ഉബൈലാൻ എഴുതിയ ഒരു ഗ്രന്ഥം, അതിന് അടിക്കുറിപ്പെഴുതി ധന്യമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ എന്ന ഹൈഅത്തു കിബാറുൽ ഉലമയിലെ പ്രമുഖ അംഗമാണ്. അതിൽ 54ഓളം ഖാഇദകൾ, അടിസ്ഥാന തത്വങ്ങൾ സലഫി ദഅവത്തുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് അവറുകൾ വിവരിച്ചിട്ടുണ്ട്. അതിൽ 2 ഖാഇദകൾ മാത്രമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് പരാമർശിക്കാൻ സാധിച്ചിട്ടുള്ളൂ. മൂന്നാമത്തേതായി ഷെയ്ഖ് അവറുകൾ എടുത്തു പറയുന്നത് അന്ന അഹ്ലസുന്ന വൽ ജമാഅ ലാ യസ്തഖില്ലൂന ബിഫഹ്മിൽ ഖുർആനി അനിസ്സുന്ന. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അഥവാ യഥാർത്ഥ സലഫികൾ അവർ ഖുർആനിനെ സുന്നത്തിൽ നിന്നും വേർപെടുത്തി മനസ്സിലാക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ഖുർആൻ അത് മനസ്സിലാക്കുന്നതിന് അഹ്ലുസുന്നത്തിന്റെ മാനദണ്ഡം എന്താണോ ആ മാനദണ്ഡം അനുസരിച്ചായിരിക്കും അവർ ഖുർആനിനെ ഗ്രഹിക്കുക. ഖുർആനിന്റെ ആധികാരികമായ വ്യാഖ്യാനമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കുന്നിടത്ത് ഖുർആനിൽ തന്നെ ആ ആയത്തിനെ പറ്റി വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം. രണ്ടാമത് നോക്കേണ്ടത് ഹദീസിൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനം വല്ലതും വന്നിട്ടുണ്ടോ. 23 കൊല്ലത്തെ പ്രവാചക ജീവിതകാലത്ത് ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വിഷയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അവിടുത്തെ ജീവിതത്തിലൂടെ വിവരിച്ചു തന്നിട്ടുണ്ടോ എന്നതാണ്. ഞാൻ ഓതിവെച്ച സൂറത്ത് അൻ-നഹ്ലിലെ ആയത്ത് വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, ഈ ഉത്ബോധനത്തെ നാം നിങ്ങൾക്ക് ഇറക്കി തന്നത്, മുഹമ്മദ് നബിയെ നിനക്ക് നാം ഇറക്കി തന്നത് താങ്കൾ ജനങ്ങൾക്കത് വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ജനങ്ങൾക്കായി ഇറക്കപ്പെട്ട ഉത്ബോധനത്തെ താങ്കൾ അവർക്ക് ബയാൻ ചെയ്തു കൊടുക്കണം. അപ്പൊ ഖുർആനിന്റെ ആധികാരികമായ വ്യാഖ്യാനം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ് നമുക്ക് ലഭിക്കേണ്ടത്. കാരണം ഖുർആൻ സ്വതന്ത്രമായി നമുക്ക് അവതരിപ്പിക്കപ്പെട്ട് കിട്ടിയതല്ല, മറിച്ച് പ്രവാചകനിലൂടെയാണ് ആ ഗ്രന്ഥം നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് ആയത്തുകളെ സംബന്ധിച്ച് സംശയമുണ്ടാകുമ്പോൾ റസൂലുള്ളയോട് ചോദിക്കുകയും റസൂലുള്ള അത് ക്ലിയർ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ എന്ന ആയത്തിറങ്ങിയപ്പോൾ വിശ്വസിക്കുകയും വിശ്വാസത്തിൽ ളുൽമ് കലർത്താതിരിക്കുകയും ചെയ്തവർ, അവർക്കാകുന്നു നിർഭയത്വം, അവരാകുന്നു സന്മാർഗം പ്രാപിച്ചവർ. ഈ ആയത്തിറങ്ങിയപ്പോൾ സഹാബത്തിന് വലിയ വിഷമമായി. അവർ റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, അയ്യുനാ ലാ യളിമു നഫ്സഹു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതരെ സ്വന്തത്തോട് തന്നെ എന്തെങ്കിലും ഒരു അക്രമം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിച്ച ആ ളുൽമല്ല ഇവിടെ ഉദ്ദേശം, മറിച്ച്
അള്ളാഹു ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിൽ ലുഖ്മാൻ തന്റെ മകനോട് പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടില്ലേ? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അലീം. കുഞ്ഞുമോനെ, നീ അള്ളാഹുവിൽ ശിർക്ക് വെക്കല്ലേ, ശിർക്ക് ഗുരുതരമായ ലുൽമാകുന്നു, അക്രമമാകുന്നു. ആ ലുൽമാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സാധാരണ അർത്ഥത്തിലുള്ള അക്രമം, അനീതി എന്നല്ല, ഇവിടെ ശിർക്കാകുന്ന അക്രമത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഈമാനിൽ ശിർക്ക് കലർന്നാതിരിക്കുന്നവർ മാത്രമാണ് രക്ഷപ്പെടുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിവരിച്ചു കൊടുത്തു. നോക്കൂ നിങ്ങൾ, സഹാബികൾ എത്ര വലിയ ഭാഷാ പണ്ഡിതന്മാരാ. പക്ഷെ ഭാഷ അറിഞ്ഞത് കൊണ്ട് മാത്രം ഖുർആൻ മനസ്സിലാവില്ല. പിന്നെന്തു വേണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവരണം ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ ആധികാരികമായ വ്യാഖ്യാനമാണ് ഹദീസിലുള്ളതെന്നും അതുകൊണ്ട് ഹദീസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഖുർആനെ വ്യാഖ്യാനിക്കുന്നത് സലഫികളുടെ രീതിയല്ലെന്നും ശൈഖ് അവറുകളോട് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് പറയാൻ കാരണം, ഇന്ന് യഥാർത്ഥ ഇസ്ലാമിന്റെ വക്താക്കളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഹദീസ് നിഷേധം തന്നെ ഒരു ആദർശമായി സ്വീകരിച്ച ആളുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട്. നമ്മുടെ നാട്ടിൽ ചേകനൂരികളെന്നും മോഡേണിസ്റ്റുകളെന്നും ഒക്കെ പറഞ്ഞറിയപ്പെടുന്നത് ഈ വിഭാഗമാണ്. ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന പേരിൽ അവർ സംഘടനയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഖുർആന്റെ ഒപ്പം സുന്നത്തും ഉണ്ടല്ലോ. ഒരൊറ്റ ഹദീസ് എടുക്കൂല, ഒരു ഹദീസിന്റെ കഷ്ണം പോലും ആവശ്യമല്ല എന്ന അവരെ വാദം. പിന്നെ ഏതാ സുന്നത്ത്? ഖുർആനിൽ പറഞ്ഞ സുന്നത്ത് എന്നാ അവരുടെ ന്യായം. പക്ഷെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നാണ് അവർ പറയുക, ചേകനൂരികൾ പറയാറുള്ളത്. അവരെ വാദം എന്താ? ഖുർആൻ വ്യാഖ്യാനിക്കാൻ ഹദീസിന്റെ ആവശ്യമല്ല, അത് നമ്മൾ ഓരോരുത്തരും ഭാഷാ നിയമം അനുസരിച്ച് നമ്മളെ ബുദ്ധിക്കനുസരിച്ച് നമ്മളങ്ങ് വ്യാഖ്യാനിച്ചാൽ മതി. അപ്പൊ ഒരായത്ത് തന്നെ 5 ആളെ കൊടുത്ത് 5 വ്യാഖ്യാനമായിരിക്കും. അങ്ങനെയുള്ള വ്യാഖ്യാന വ്യതിയാനങ്ങളും വ്യാഖ്യാന ദുർവ്യാഖ്യാനങ്ങളുമാണ് യഥാർത്ഥത്തിൽ പല പിഴച്ച കക്ഷികൾക്കും രൂപം കൊടുത്തത്. ആദിമകാലം മുതൽക്ക് അഹ്ലുസുന്നത്തിന് വ്യതിചലിച്ചു പോയിട്ടുള്ള കക്ഷികൾ ഓരോരുത്തരെയും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ, തുടക്കത്തിൽ തന്നെ ഉണ്ടായ ഷിയാക്കളാകട്ടെ, പിന്നീട് വന്ന ഖവാരിജികളാകട്ടെ, അതുപോലെ തന്നെ മുർജിആക്കള്, മുഅ്തസിലിയാക്കള് എന്ന് തുടങ്ങി ഓരോ കക്ഷികളെയും എടുത്തു നോക്കിയാൽ അവരൊക്കെ പിഴച്ചു പോയത് ഈ നിലക്കാണ്. ഖുർആൻ ദുർവ്യാഖ്യാനത്തിലൂടെയാണ്. ഒരായത്തെടുത്ത് അവരെ താല്പര്യത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുകയും അതിനനുസരിച്ച് അവരാശയങ്ങൾ, പുതിയ ആശയങ്ങൾക്ക് രൂപം നൽകുകയും ചെയ്തു. അപ്പൊ ഖുർആൻ ദുർവ്യാഖ്യാനം എന്ന് പറയുന്നത് വ്യതിയാനത്തിന്റെ ഒന്നാമത്തെ ലക്ഷണമായി നമ്മൾ കാണണം. ഹദീസിനെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വതന്ത്രമായി ഖുർആനെ വ്യാഖ്യാനിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അലാ ഇന്നി ഊതീതുൽ ഖുർആന വമിസ്ലഹു മഅഹു. എനിക്ക് ഖുർആനും ഖുർആന്റെ അത്ര തന്നെ അതോടൊപ്പം വേറെയും വഹി ലഭിച്ചിട്ടുണ്ട്. അലാ യൂശികു റജുലുൻ ശബആനു അലാ അരീകതിഹി. ഒരു കാലം വരാനിരിക്കുന്നു സമീപ ഭാവിയിൽ തന്നെ, അന്ന് ഒരാൾ വയറ് നിറച്ച് തന്റെ അലങ്കൃത കട്ടിലിൽ, ഇന്നിപ്പോ നമുക്ക് സോഫാന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയില്ലേ, ചാരിയിരിക്കുന്ന കട്ടിലിൽ ഇരുന്നിട്ട് അയാൾ പറയാണ്, അലൈക്കും ബിഹാദൽ ഖുർആൻ, നിങ്ങൾ ഈ ഖുർആൻ മുറുകെ പിടിക്കുക. ഫമാ വജത്തും ഫീഹി മിൻ ഹലാൽ ഫാഹില്ലൂഹു. ഈ ഖുർആനിൽ നിങ്ങൾ ഹലാലായിട്ട് എന്തൊക്കെ കണ്ടിട്ടുണ്ടോ അത് നിങ്ങൾ ഹലാലായി സ്വീകരിക്കുക. വമാ വജത്തും ഫീഹി മിൻ ഹറാം ഫഹർരിമൂഹു. ഇതിൽ ഹറാമായിട്ട് നിങ്ങൾ എന്തൊക്കെ കണ്ടിട്ടുണ്ടോ അത് ഹറാമായി സ്വീകരിക്കുകയും ചെയ്യുക. ഖുർആനിൽ പറഞ്ഞതല്ലാത്ത ഒരു ഹറാമും ഹലാലും ഒന്നും വേറെ നോക്കേണ്ടതില്ല, ഖുർആൻ മാത്രം മതി ഞമ്മക്ക് എന്ന് സുഖലോലുപന്മാരായ ആളുകൾ പറയും. ഇവിടെ വയറ് നിറച്ച് കട്ടിലിൽ നലർന്നിരിക്കുന്ന എന്ന് പറയുന്നത് സുഖലോലുപന്മാരായ ആളുകളെ പറ്റി പറഞ്ഞതാണ്. കാരണം ഇസ്ലാമിക ജീവിതത്തിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഹദീസിൽ നിന്നാണ്. ആ വിശദാംശങ്ങൾ പലപ്പോഴും തങ്ങളുടെ സുഖലോലുപതക്ക്, തങ്ങളുടെ താന്തോന്നിത്തങ്ങൾക്ക് എതിരായിരിക്കുമെന്നതുകൊണ്ട് ഹദീസിനെ മൊത്തത്തിൽ തന്നെ തള്ളിക്കളയുന്ന പ്രവണതയാണ് ഭാവിയിൽ വരാനിരിക്കുന്നതെന്ന് ഈ ഹദീസിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അവിടെയൊക്കെ പ്രവാചക ചര്യയുടെ പ്രാമാണികത അത് നാം ജനങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട്. പ്രവാചക ചര്യയെ പരിഹസിക്കുകയും പ്രവാചക ചര്യയെ ബുദ്ധിക്കനുസരിച്ച് തള്ളുക, അല്ലെങ്കിൽ ശാസ്ത്രത്തിനനുസരിച്ച് തള്ളുക, അല്ലെങ്കിൽ തങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ള എന്തോ ഒരു തത്വം ഉണ്ടാകും, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചില തത്വങ്ങൾ, ആ തത്വത്തിനെതിരാണെന്ന് പറഞ്ഞ് തള്ളുക, ഇങ്ങനെയുള്ള പ്രവണതകളൊക്കെ ഇന്ന് നമുക്ക് നമ്മുടെ സമുദായത്തിലും എന്നല്ല, ഞങ്ങൾ യഥാർത്ഥ സലഫികളാകുന്നു, ഇസ്ലാഹികളാകുന്നു എന്ന് പറയുന്നവരിൽ പോലും കാണുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ടത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹദീസിന്റെ പ്രാമാണികതയെ സംബന്ധിച്ചുള്ള പല ചർച്ചകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നാലാമത്തെ തത്വമായി ശൈഖ് അവറുകൾ എടുത്തു പറയുന്നത്, അന്നഹും ലാ യസ്തഖില്ലൂന ബിഫഹ്മിൽ കിതാബി വസ്സുന്ന അൻ ഫഹ്മിസ് സലഫിസ് സാലിഹ്. കിതാബും സുന്നത്തും മനസ്സിലാക്കുന്നതിൽ സലഫുസ് സാലിഹികളുടെ ഫഹ്മിനെ, അവരുടെ ഗ്രാഹ്യതയിൽ നിന്ന് അവർ മാറ്റി നിർത്തുകയില്ല. അവരുടെ ഗ്രാഹ്യത വിട്ടിട്ട് സ്വതന്ത്രമായി അവർ ഗ്രഹിക്കാൻ ശ്രമിക്കുകയില്ല.
അപ്പൊ കിതാബും സുന്നത്തും ഗ്രഹിക്കേണ്ടത്, ഖുർആനും ഹദീസും മനസ്സിലാക്കേണ്ടത് സലഫുസ്സാലികൾ മനസ്സിലാക്കിയതുപോലെയാണ് എന്ന് പറയുന്നത് സലഫിയത്തിന്റെ ഒരു അടിസ്ഥാന തത്വമാണ്. ഇവിടെ നിങ്ങൾ സ്വാഭാവികമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നിപ്പോ എല്ലാ വിഭാഗം ആളുകളും സമ്മതിക്കുന്നുണ്ട് ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ പ്രമാണം. പണ്ടൊക്കെ ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കബറും പുറത്ത് ഓതാൻ, അല്ലെങ്കിൽ മരിച്ചോന്റെ തലക്കും പുറത്തിരുന്ന് ഓതാൻ, അല്ലെങ്കിൽ ഉസ്താദ് വന്നിട്ട് ഓതും, എന്നിട്ട് ഉസ്താദിന് കന്നീലും മകരത്തിലും കൊയ്ത്ത് കാലത്ത് കുറച്ച് നെല്ലോ അരിയോ കൊടുക്കും, അല്ലെങ്കിൽ കൂലി കൊടുക്കും. ഇങ്ങനെ കൗമ് ഖുർആനെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. ബർക്കത്തിന് വേണ്ടി മാത്രം ഓതും ചിലപ്പോ. എന്നാൽ ഇന്നതല്ല, ഖുർആനും ഹദീസുമാണ് പ്രമാണമെന്നും ഖുർആനും ഹദീസുമല്ല മദ്ഹബാണ് ഞങ്ങളെ പ്രമാണമെന്ന് പറയുന്നവർ പോലും ഇന്ന് നമുക്ക് മറുപടി അറിയാൻ വേണ്ടി സ്റ്റേജിൽ കയറി ആയത്ത് ഓതുന്നു, ഹദീസ് ഓതുന്നു. കാരണം ആയത്തും ഹദീസും അല്ലെങ്കിൽ ആളുകൾ സ്വീകരിക്കൂല എന്നറിയാം. പക്ഷെ ഇപ്പൊ പൊതുജനങ്ങൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ ആയത്തും ഹദീസും ഉണ്ട് അപ്പൊ ഞങ്ങൾ കുടുങ്ങിയത്. എന്തേ? നിങ്ങൾ കുറെ ആയത്തോതും ഹദീസോതും, നിങ്ങൾക്ക് മറുപടി അറിയാൻ പറ്റണമെന്ന് അവരും കുറെ ആയത്തോതും ഹദീസോതും, പിന്നെ മൂന്നാമതൊരു കൂട്ടർ വന്ന് അവരും കുറെ ആയത്തോതും ഹദീസോതും, ഇനി നാലാമതൊരു കൂട്ടർ വന്ന് അവർക്കും ഓതാനുള്ള ആയത്തും ഹദീസും തന്നെ. ഞങ്ങളെന്തെന്നാ ഇനി സാധാരണക്കാർ ചെയ്യേണ്ടത്? എല്ലാവർക്കും ആയത്ത്, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എതിരാണേനും. അപ്പൊ ഖുർആനിലും ഹദീസിലും ഇങ്ങനെ എതിരായ ആശയങ്ങൾ ഉണ്ടാവും. എന്താ ഞങ്ങൾ സാധാരണക്കാർ ചെയ്യുക എന്ന് ചോദിക്കുന്നൊരവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ആയത്തും ഹദീസാ ഓതുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെയാണ് സലഫികളായ നമ്മൾ ആയത്തും ഹദീസും ഓതുന്നത് എല്ലാവരും ഓതുന്ന പോലെ ഓതിയിട്ട് വായി തോന്നിയ അർത്ഥം പറയലല്ല. പിന്നെയോ, ആയത്ത് അവതരിപ്പിക്കപ്പെട്ട കാലത്ത് റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച സ്വഹാബത്ത്, അതുപോലെ തന്നെ അവരിൽ നിന്ന് ദീന് പഠിച്ചിട്ടുള്ള താബിഈങ്ങള്, ഇവരൊക്കെ എങ്ങനെയാണ് ഖുർആൻ വ്യാഖ്യാനിച്ചത് എന്ന് കൂടി നോക്കും. ഖുർആനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കുക, പിന്നെ ഖുർആനെ ഹദീസ് കൊണ്ട് വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെയുള്ള ഇതാണ്, ഖുർആൻ അവതരിക്കുന്ന കാലത്ത് റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച റസൂലുള്ള ഹദീസുകൾ പറയുന്നത്, അവരാണല്ലോ ഹദീസുകൾ നമുക്ക് എത്തിച്ചു തന്നത്. ഖാല റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ റസൂൽ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ആരാ? സഹാബത്താണ്. അപ്പൊ അവർക്കാണ് പ്രഥമ അഭിസംബോധിതരെന്ന നിലക്ക് ഖുർആനിലെ ഒരായത്തിന്റെ ഉദ്ദേശം എന്താണ്, റസൂല പറഞ്ഞ ഹദീസിന്റെ താല്പര്യം എന്താണ്, ഏതൊരു ജാഹിലിയത്തിനെയാണ് ഈ ആയത്തും ഈ പ്രവാചക വചനവും നിരാകരിക്കുന്നത്, ഏതൊരു ഇസ്ലാമിയത്തിനെയാണ് സ്ഥാപിക്കുന്നത് എന്നൊക്കെ ആർക്കാ അറിയാം? ആദ്യമായി നേർക്ക് നേരെ റസൂലിൽ നിന്ന് കേൾക്കുന്ന ആളുകൾക്കാണ്. അതുകൊണ്ട് അവർ എങ്ങനെ ഗ്രഹിച്ചു അതുപോലെ ഗ്രഹിക്കണം. അതുകൊണ്ട് മറ്റുള്ളവരെ ആയത്തോതുന്ന പോലെ ആയത്തോതിട്ട് വായി തോന്നിയ വ്യാഖ്യാനം പറയല്ല. പിന്നെയോ, ആയത്തിനെ ദുർവ്യാഖ്യാനിക്കുന്നുണ്ടോ ഹദീസിനെ ദുർവ്യാഖ്യാനിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു മാനദണ്ഡം സലഫികൾക്കുണ്ട്. എന്താ? സലഫുസ്സാലികൾ എങ്ങനെയാ വ്യാഖ്യാനിച്ചത് നോക്കണം. അവർ വ്യാഖ്യാനിക്കാത്തൊരു വ്യാഖ്യാനം ആര് കൊണ്ടുവന്നാലും ശരി അത് സ്വീകരിക്കാൻ പാടുള്ളതല്ല. നിങ്ങൾ നോക്കൂ, സഹാബത്തിനെ സംബന്ധിച്ച് സൂറത്ത് തൗബയിലെ 100-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ, സുഹൃതം പ്രവർത്തിച്ചുകൊണ്ട് അവരെ പിൻപറ്റിയവർ, റളിയല്ലാഹു അൻഹും വറളു അൻഹു, അല്ലാഹു അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവിനെ കുറിച്ചും തൃപ്തിപ്പെട്ടിരിക്കുന്നു. വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹതഹൽ അന്നാർ, താഴ്ഭാഗങ്ങളിലൂടെ നദികൾ ഒഴുകുന്ന സുന്ദര സ്വർഗ്ഗങ്ങൾ അല്ലാഹു അവർക്ക് വേണ്ടി തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്, അവരതിൽ ശാശ്വതരായിരിക്കും, അതത്രേ മഹത്തായ വിജയമെന്ന് സൂറത്ത് തൗബയിൽ അല്ലാഹു പറയാണ്. ഇത് അല്ലാഹു കൊടുത്ത ഒരു വലിയ സർട്ടിഫിക്കറ്റാണ്. അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവിനെ പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് സഹാബത്തിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? റളിയല്ലാഹു അൻഹും. കണ്ടോ? അപ്പൊ സലഫ് സാലികളുടെ ഒന്നാമത്തേത് അവരല്ലേ. അവർക്ക് അള്ളാഹിന്റെ പൊരുത്തം കിട്ടിയ മനുഷ്യന്മാരാ. അവർ ഗ്രഹിച്ചതിൽ വല്ല പിഴവും ഉണ്ടെങ്കിൽ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്ത് വഹയിലൂടെ അത് തിരുത്തി കൊടുക്കുമായിരുന്നു. നിങ്ങൾക്കറിയില്ലേ, നോമ്പിനെ സംബന്ധിച്ച് വകുലു വശ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തുൽ അസ്വദ്, വെളുത്ത നൂലിൽ നിന്നും കറുത്ത നൂൽ വേറിട്ട് മനസ്സിലാകുന്നത് വരെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്ന ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ ചില സഹാബികൾ ഒരു കൊളുത്ത ചരടും ഒരു കറുത്ത ചരടും കാലുമ്പ് കെട്ടിവെച്ചിട്ട് അങ്ങനെ നോക്കും അല്ലേ. പിന്നെയാണ് മിനൽ ഫജ്ർ, പ്രഭാതമാകുന്ന വെളുത്ത നൂൽ എന്ന് അവതരിച്ചത്. അപ്പൊ റസൂല് പറഞ്ഞു കൊടുത്ത്, നിങ്ങൾ ഈ ഗ്രഹിച്ചതുപോലെയല്ല, അവിടെ പ്രഭാതത്തെ കുറിച്ചാണ് വെളുത്ത നൂലെന്ന് പറഞ്ഞത്, ഇരുട്ടിനെ കുറിച്ചാണ് കറുത്ത നൂലെന്ന് പറഞ്ഞതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ബയാൻ ചെയ്തു കൊടുക്കുകയുണ്ടായി. അപ്പൊ കണ്ടോ, അപ്പൊ അവരെ ഗ്രാഹ്യതയിൽ വല്ല പെശകും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു തന്നെ അത് തിരുത്തി കൊടുക്കും. ഇനി നിങ്ങൾ നോക്കൂ, നമ്മൾ വിശ്വസിക്കണം, ഈമാൻ കൈക്കൊള്ളണം. എങ്ങനെയാ ഈമാൻ സ്വീകരിക്കേണ്ടത്? സഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം.
വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ് ഖാലൂ അനുഅ്മിനു കമാ ആമനസ്സുഫഹാ അലാ ഇന്നഹും ഹുമുസ്സുഫഹാ വലാകിൻ ലാ യശ്ഉറൂൻ. അവരോട് പറയപ്പെട്ടാൽ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറയപ്പെട്ടാൽ അവർ ചോദിക്കും, ഈ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുമോ? മുനാഫിക്കുകളെ പറ്റി പറയാം. ഇവിടെ വിഡ്ഢികൾ ആരെ പറ്റിയാ പറഞ്ഞത്? സഹാബത്തിനെ പറ്റിയാ പറഞ്ഞത്. ഈ ജനങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് അവരോട് പറഞ്ഞത്, അതായത് സഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും, ഈ വിഡ്ഢികൾ വിശ്വസിച്ചാൽ ഞങ്ങൾ വിശ്വസിക്കുകയാണോ? അവരാകുന്നു വിഡ്ഢികൾ എന്നാണ് ഖുർആൻ അവർക്ക് മറുപടി കൊടുക്കുന്നത്. അപ്പൊ സഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. അഹ്ലുൽ കിതാബിനോട്, വേദക്കാരായ ജൂത ക്രിസ്ത്യാനികളോട് പറഞ്ഞു, ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി, സഹാബികളെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചാൽ ഫഖദ് ഇഹ്തദൗ, അവർ സന്മാർഗം പ്രാപിച്ചു കഴിഞ്ഞു. അപ്പൊ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? അത് സഹാബികളിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. ഈ സഹാബികൾ മാത്രമല്ല, സഹാബികളെ തുടർന്നു വന്ന 2 തലമുറകൾ കൂടി സലഫുസ് സാലിഹ്, നല്ലവരായ മുൻഗാമികൾ എന്നതിൽ ഉൾപ്പെടും. കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇമാം ബുഖാരി റിവായത്ത് ചെയ്തൊരു ഹദീസ്, വളരെ പ്രസിദ്ധമായ ഹദീസ്, ഖൈറു ഉമ്മതി ഖർനി, എന്റെ സമുദായത്തിൽ ഏറ്റവും ഉത്തമന്മാർ എന്റെ തലമുറയാണ്. റസൂലുള്ളാഹിന്റെ തലമുറ ഏതാ? റസൂലിന്റെ കൂടെ ജീവിച്ച സഹാബികളുടെ തലമുറ. പിന്നെ സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരെ തുടർന്ന് വരുന്നവർ, അവരായ താബിഉകൾ. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരെ തുടർന്ന് വരുന്നവർ തബഉ താബിഉകൾ. ഈ 3 തലമുറകൾക്കാണ് അസ്സലഫുസ് സാലിഹ്, നല്ലവരായ മുൻഗാമികൾ എന്ന് മുസ്ലിം ലോകം പേരിട്ട് വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ആയത്തോ ഹദീസോ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സഹാബികൾ എങ്ങനെ മനസ്സിലാക്കി, താബികൾ എങ്ങനെ മനസ്സിലാക്കി, തബഉ താബികൾ എങ്ങനെ മനസ്സിലാക്കി, അത് റസൂലിൽ നിന്ന് സഹാബത്തിനും സഹാബത്ത് താബിയും താബികൾ കിട്ടിയതാണ്. ആ വ്യാഖ്യാനത്തിനാണ് നമ്മൾ എപ്പോഴും മുൻഗണന കൽപ്പിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 73 വിഭാഗമായി ഭാവിയിൽ എന്റെ ഉമ്മത്ത് തെറ്റിപ്പോകുമെന്നും ഒരു വിഭാഗം ഒഴികെ ബാക്കി എല്ലാവരും 73 വിഭാഗത്തിൽ 72 നരകത്തിലാണെന്നും ഒരു വിഭാഗം മാത്രം സ്വർഗത്തിലാണെന്നും പറഞ്ഞു. ആ സ്വർഗത്തിൽ പോകുന്ന വിഭാഗത്തിന്റെ ലക്ഷണമായി എടുത്തു പറഞ്ഞെന്താ? വ്യക്തമായി പറഞ്ഞു, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സഹാബികളും ഇന്ന് ഏതൊരു നിലപാടിലാണോ ആ നിലപാടിൽ നിലകൊള്ളുന്നവർ. കണ്ടോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും നിലപാട്, സഹാബികളുടെ നിലപാട് എന്തിനാ അവിടെ ചേർത്തി പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലിനെ മാത്രം നോക്കിയപ്പോൾ ചില ആളുകൾ ചോദിക്കും, പോരാ, റസൂലിൽ നിന്ന് ദീന് മനസ്സിലാക്കിയ സഹാബത്ത്, അവരാണ് ദീൻ നമുക്ക് എത്തിച്ചു തരുന്നത്. അതുകൊണ്ട് അവരുടെ നിലപാടിൽ നിലകൊള്ളണം. അവരാകുന്നു രക്ഷപ്പെട്ട വിഭാഗം, സ്വർഗത്തിൽ പോകുന്ന ഏക വിഭാഗം. മറ്റൊരു ഹദീസിൽ കാണാം, ഫഇന്നഹു മൻ യഅ്ശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പ്രസംഗിക്കുകയും ഉപദേശം നൽകുകയും ആ ഉപദേശം കേട്ടവരെല്ലാം കണ്ണീരൊഴുക്കി കരയുകയും ചെയ്തു. ആ കൂട്ടത്തിൽ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ആരെങ്കിലും എനിക്ക് ശേഷം ജീവിച്ചാൽ ഫസയറ ഇഖ്തിലാഫൻ കസീറ, അവൻ ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണേണ്ടി വരും. കേട്ടോ? അഭിപ്രായ ഭിന്നതകൾ കാണുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഫഅലൈക്കും ബിസുന്നതി, അപ്പോൾ നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം, എന്റെ ചര്യയെ നിങ്ങൾ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീന, സന്മാർഗനിഷ്ഠരായ എന്റെ പിൻഗാമികളുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണം. അദ്ദു തമസ്സകു ബിഹാ, അതിൽ നിങ്ങൾ വിടാതെ മുറുക്കി പിടിക്കണം. അദ്ദു അലൈഹാ ബിന്നവാജിദി, അണപ്പല്ലുകൾ കൊണ്ടവയെ കടിച്ചു പിടിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ കാണാം. അവിടെയും സഹാബത്തിന്റെ നിലപാടിനെയാണ് പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ, തർക്ക വിഷയങ്ങൾക്ക് നിങ്ങൾ പരിഹാരത്തിന് ശ്രമിക്കുമ്പോൾ നിങ്ങൾ മുറുകെ പിടിക്കേണ്ടതെന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് സലഫുകൾ മനസ്സിലാക്കിയതുപോലെ കിതാബും സുന്നത്തും മനസ്സിലാക്കണം എന്ന് പറയുന്നവർ അവരാണ് സലഫികൾ. അവർക്കാണ് സലഫികൾ എന്ന് പറയാൻ അവകാശമുള്ളൂ. ആ ഹദീസ് മനസ്സിലാക്കുമ്പോൾ ഈ ഹദീസ് റസൂൽ എപ്പോഴാ പറഞ്ഞത്, ഈ ഹദീസിന്റെ താല്പര്യം എന്താണെന്ന് സഹാബികൾക്കാണല്ലോ കൂടുതൽ മനസ്സിലാകുക. അപ്പൊ അവരുടെ ഫഹ്മിനൊക്കെ വിട്ടിട്ട് നമ്മൾ സ്വന്തമായി വ്യാഖ്യാന വിശദീകരണങ്ങൾ കൊടുക്കുമ്പോഴാണ് പലപ്പോഴും പുതിയ പുതിയ വ്യാഖ്യാനങ്ങളും പുതിയ പുതിയ ആശയങ്ങളും പുത്തനാശയങ്ങളും ഒക്കെ രൂപം കൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സലഫികൾ എല്ലാ സ്ഥലത്തും സലഫു സാലിഹുകൾ എങ്ങനെയാണോ കിതാബും സുന്നത്തും മനസ്സിലാക്കിയത് അങ്ങനെ മനസ്സിലാക്കണമെന്ന് നിർബന്ധമുള്ളവരാണ്. ഏതൊരു ദുർവ്യാഖ്യാനത്തെയും പിടികൂടാനുള്ള മാനദണ്ഡമാണിത്. ആർക്കും ചൂണ്ടിക്കാണിക്കാം, നിങ്ങൾ ഈ ആയത്തിന് കൊടുത്ത വ്യാഖ്യാനം സഹാബികൾ പഠിപ്പിച്ചതല്ലല്ലോ, താബികൾ പഠിപ്പിച്ചതല്ലല്ലോ, നിങ്ങളിപ്പോ അമാനിമോളിന്റെ ഖുർആൻ പരിഭാഷയിലുണ്ട്, അല്ലെങ്കിൽ ചെറിയമുണ്ടത്തെ ഖുർആൻ പരിഭാഷയിലുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. സലഫു സാലിഹുകൾ അങ്ങനെ മനസ്സിലാക്കിയത് നിങ്ങൾ കാണിച്ചുകൊണ്ടാ എന്ന് ചോദിച്ചാൽ
നമ്മൾ കാണിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അമാനി വേൾഡ് ഖുർആൻ പരിഭാഷയുടെ തുടക്കത്തിൽ തന്നെ കാണാം വ്യാഖ്യാനിക്കേണ്ടുന്ന രീതി. എങ്ങനെയാ ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത്? അത് രീതിയുണ്ട്. ഖുർആനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കുക, ഖുർആൻ ഹദീസ് കൊണ്ട് വ്യാഖ്യാനിക്കുക, പിന്നെ ഖുർആനെ സലഫുകൾ വ്യാഖ്യാനിച്ച പോലെ വ്യാഖ്യാനിക്കുക. അതുപോലെ തന്നെയാണ് ഹദീസിനെ സംബന്ധിച്ചും. ഹദീസുകൾ സലഫുകൾ എങ്ങനെ മനസ്സിലാക്കി അതുപോലെ മനസ്സിലാക്കണം. ഇനി നിങ്ങൾ നോക്കൂ, ഈ ഗ്രന്ഥത്തിൽ 5-ാമതായി എടുത്തു പറഞ്ഞിട്ടുള്ള തത്വം അന്നഹും അവ്വലുമാ യദ്ഊന ഇല തൗഹീദ് വലാ തൻജഹു ദഅവത്തുൻ വലാ തസ്ലുഹു ഇബാദത്തുൻ ഇല്ലാ ബിഹി. സലഫികൾ എല്ലാ സ്ഥലങ്ങളിലും ആദ്യമായി ക്ഷണിക്കുന്നത് തൗഹീദിലേക്കായിരിക്കും. ഒരു പ്രബോധനവും വിജയിക്കുകയില്ല, ഒരു ഇബാദത്തും ശരിയാവുകയില്ല ഇല്ലാ ബിഹി, തൗഹീദ് കൊണ്ടല്ലാതെ. അപ്പൊ തൗഹീദിനാണ് പരമപ്രാധാന്യം സലഫികൾ കൽപ്പിക്കാറുള്ളത്. നാട്ടിൽ ഒരുപാട് ജീർണതകൾ, തെറ്റുകൾ, തമ്മാടിത്തങ്ങൾ ഒക്കെ ഉണ്ടാവും. പക്ഷേ ഏറ്റവും പ്രധാനം ശിർക്കാകുന്ന, തൗഹീദിന്റെ നേർവിരുദ്ധമാകുന്ന ശിർക്കൻ വിശ്വാസങ്ങളും ശിർക്കൻ പ്രവൃത്തികളുമാണ്. അതുകൊണ്ട് ശിർക്കിനെ തുറന്നു കാണിച്ചുകൊണ്ട് തൗഹീദിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യേണ്ടത്? ഏത് പ്രബോധന പ്രവർത്തനങ്ങളും ലോകത്തെവിടെയാണെങ്കിലും ഏതു കാലഘട്ടത്തിലാണെങ്കിലും ആരംഭിക്കേണ്ടത്. ഇതിന് നമുക്ക് മാതൃക എന്താ? പ്രവാചകന്മാരാണ് നമ്മുടെ മാതൃക. ദഅവത്തിന്റെ കാര്യത്തിൽ നമ്മുടെ മാതൃക പ്രവാചകന്മാരാകുന്നു. 18ഓളം പ്രവാചകന്മാരെ ചരിത്രത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ച ശേഷം അള്ളാഹു പറഞ്ഞു, ഉലൈകല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹു മുഖ്തദിഹ്. അവരെയാകുന്നു അള്ളാഹു സന്മാർഗത്തിലാക്കിയത്, ആ സന്മാർഗത്തെ താങ്കൾ പിൻപറ്റുക. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുൻ പ്രവാചകന്മാരുടെ മാർഗത്തെ അവലംബിക്കാനാ പറയുന്നത്. നമ്മോട് പറഞ്ഞത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്കൃഷ്ടമായ മാതൃകയുണ്ട്. നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഇമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അള്ളാഹുവിനെയും പരലോകത്തെയും ആഗ്രഹിക്കുന്നവർക്ക്, വദക്കറല്ലാഹ കസീറ, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്നവർക്കും. നിങ്ങൾ നോക്കൂ, അന്തിമ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുമ്പോൾ അവിടെ എന്തെല്ലാം ജീർണതകളുണ്ട്. വ്യഭിചാരം അവിടെ ഒരു സ്വാഭാവികമായ കാര്യമാണ്. അതൊരു തെറ്റായിട്ട് അവർ കാണുന്നില്ല. മക്കയിൽ പല വേശ്യാലയങ്ങളുമുണ്ട്. ഈ വീട്ടിലൊരു വേശ്യയുണ്ടെന്ന് അറിയിക്കാൻ വീടിന് മുമ്പിൽ ഒരു കൊടി കുത്തിയിട്ടുണ്ടാകും. മാത്രമല്ല, വേശ്യപ്പെണ്ണുങ്ങൾ ഗർഭിണികളായാൽ അവരെ സമീപിച്ച ആളുകളൊക്കെ കൊണ്ടുവരും. എന്നിട്ട് കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ കാലും വന്ന ആളുകളെ കാലും വെച്ച് നോക്കിയിട്ട് ആരെ കുട്ടിയാണെന്ന് തീരുമാനിച്ചിരുന്നു. അത് അവിടുത്തെ അംഗീകൃത സമ്പ്രദായമായിരുന്നു എന്ന് വരെ ബുഖാരിയിൽ കാണാം. അത്രമാത്രം വ്യഭിചാരം അവിടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി മാറിയിരുന്നു. മദ്യത്തിന്റെ കാര്യം പറയുമ്പോൾ 150ഓളം പര്യായങ്ങൾ മദ്യത്തിനുണ്ട്. കുടിച്ച് പാടി വർണ്ണിച്ച് പാടിയിട്ട് മരിച്ചാൽ പോലും എന്നെ മുന്തിരിവള്ളിയുടെ ചോട്ടിൽ മറവ് ചെയ്യണം, എന്റെ ദ്രവിക്കുന്ന എല്ലുകൾക്ക് അതിന്റെ നീര് കിട്ടിക്കോട്ടെ എന്ന് വസിയത്ത് ചെയ്ത മനുഷ്യൻ. അയാൾ പിന്നെ മുസ്ലിം ആയിരുന്നു കേട്ടോ. പക്ഷെ അത്രമാത്രം മദ്യത്തോട് ആസക്തി ഉണ്ടായിരുന്നവർക്ക്. പലിശ, അതുപോലെ സ്ത്രീ പീഡനം, അതുപോലെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അറബിയും അനറബിയും തമ്മിലുള്ള അടിമ സമ്പ്രദായം, അടിമയും ഉടമയും തമ്മിലുള്ള ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആ നാട്ടിലുണ്ട്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആദ്യം പറഞ്ഞത് എന്താ? ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹയില്ല എന്ന തൗഹീദ് നിങ്ങൾ അംഗീകരിക്കണം എന്നാ പറഞ്ഞത്. മക്കയിലെ 13 കൊല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്വാനിച്ചത് അവരെ വിശ്വാസം മാറ്റിയെടുക്കാനാണ്. ആഖിറത്തിനെ കുറിച്ച്, അതുപോലെ തൗഹീദിനെ കുറിച്ച്, തന്റെ റിസാലത്തിനെ കുറിച്ച് അത് ജനങ്ങളെ പഠിപ്പിക്കാനായിരുന്നു ആദ്യത്തെ 13 കൊല്ലവും മെനക്കെട്ടത്. അങ്ങനെ അവരെ മനസ്സുകൾ മാറിക്കഴിഞ്ഞു. മദീനയിൽ വന്ന് കള്ളു നിരോധിച്ചു, സ്വീകരിക്കാൻ ഒരു പ്രയാസം അവർക്കുണ്ടായില്ല. സക്കാത്ത് നിർബന്ധാക്കി, സ്വീകരിക്കാൻ ഒരു പ്രയാസം ഉണ്ടായില്ല. നോമ്പ് നിർബന്ധാക്കി, ഒരു പ്രയാസമില്ല. കാരണം അവരുടെ മനസ്സുകൾ മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് തൗഹീദിനാണ് ഊന്നൽ കൊടുക്കേണ്ടത്. നബിമാര് വന്നത് ഏതെങ്കിലും പ്രത്യേക നാട്ടിലല്ല, വ്യത്യസ്ത നാടുകളിലാണ്, ഏതെങ്കിലും പ്രത്യേക കാലത്തല്ല. ആദം നബി മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ കാലഘട്ടത്തിലാണ് വന്നത്. പക്ഷെ ഏത് കാലത്ത് ഏതു നാട്ടിൽ ഒരു നബി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രാധാന്യപൂർവ്വം പറയാതിരുന്നിട്ടില്ല. ഖുർആനിൽ പല നബിമാരുടെയും ചരിത്രം പറയുന്നിടത്ത് അവർ സ്വന്തം ജനങ്ങളോട് ചെന്നിട്ട് ആദ്യം പറയുന്ന കാര്യം തന്നെ പറഞ്ഞെന്താ? യാ ഖൗമി യഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹ്ക്ക് ഇബാദത്ത് എടുക്കണം, അവനല്ലാതെ നിങ്ങൾക്ക് ഇലാഹില്ല, ആരാധനക്കർഹനായി അവനല്ലാതെ മറ്റാരുമില്ല എന്നാ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്മാരുടെ പ്രബോധന ശൈലിയെ വരതെറ്റാതെ അനുകരിക്കുന്ന സലഫികൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും തൗഹീദിന് ഊന്നൽ കൊടുക്കും. തൗഹീദിന് ഊന്നൽ കൊടുക്കണ, തൗഹീദ് പ്രധാനമാണ്, ശിർക്ക് ഗൗരവമാണ് എന്ന് മൊത്തത്തിൽ പറഞ്ഞു പോകലല്ല. ഇന്നാലിന്ന കാര്യങ്ങളൊക്കെ ശിർക്കാണ് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കും. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ, അള്ളാഹു അല്ലാത്തവർക്ക് ഗൈബ് അറിയുമെന്ന് വിശ്വസിക്കൽ, അതുപോലെ തന്നെ ഉറുക്ക്, ഏലസ്, മന്ത്രവാദം
എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളെയും പ്രത്യേകിച്ചെടുത്ത് പറഞ്ഞു കൊടുക്കും. ശിർക്കും ശിർക്കിലേക്ക് നയിക്കുന്ന കാര്യങ്ങളും വ്യക്തമായും ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ശിർക്കിന്റെ അംശങ്ങളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. ചെറിയ ശിർക്കുണ്ട്, വലിയ ശിർക്കുണ്ട്. എല്ലാ ശിർക്കും പൊറുക്കപ്പെടാത്ത പാപമാണെന്നും അതോടുകൂടി മരിച്ചാൽ സ്വർഗം ഹറാമാണെന്നും അവർക്ക് നരകമാണുള്ളതെന്നും തീർത്തു പറഞ്ഞുകൊണ്ട് തൗഹീദിന്റെ പ്രാധാന്യവും ശിർക്കിന്റെ ഗൗരവവും ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഉമ്മത്തിനെ ഖൈർ ഉമ്മത്താക്കി മാറ്റാനുള്ള ശ്രമം അതാണ് സലഫികൾ എല്ലാ സ്ഥലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസത്തിൽ ശിർക്ക് കലർന്നാൽ പിന്നെ അവന്റെ ഒരു ഇബാദത്തും ഫലപ്പെടൂല. അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കൊന്നും ഒരു ഗുണവും കിട്ടില്ല, ഫലശൂന്യമായി തീരും. ലൈൻ അശ്റക്ത ലയഹബതന്ന അമലുക, നീ എങ്ങാനും ശിർക്ക് വെച്ചാൽ നിന്റെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന മഹത്തായ തത്വം ആളുകളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളെപ്പോഴും അതിനാണ്. ഇതിപ്പോ പല പ്രബോധക സംഘങ്ങളും ഇവിടെ ഉണ്ട്. ഇസ്ലാമിനെ സമഗ്രമായും സമ്പൂർണമായും ഒക്കെ അവതരിപ്പിക്കുന്ന ആളുകളുണ്ട്. ഇസ്ലാമിൽ ആത്മീയതയെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവരൊന്നും ഈ പ്രബോധന ശൈലി സ്വീകരിക്കാൻ തയ്യാറില്ല. കാരണം എന്താ? പൊതുസമൂഹത്തിൽ വലിയൊരു വിഭാഗവും ഈ ശിർക്കിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ്. അത് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ ആളുകളുടെ കയ്യടി വാങ്ങാൻ, ആളുകളെ ഇഷ്ടം സമ്പാദിക്കണമെങ്കിൽ ആളുകൾ ചെയ്യുന്ന തെറ്റിനെ കണ്ടില്ലെന്ന് നടിച്ച് ആളുകൾക്കൊന്നും വലിയ തർക്കമില്ലാത്ത എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ചില കാര്യങ്ങൾ കൊണ്ട് പ്രബോധനം ആരംഭിക്കുക എന്നിടത്താണ് അവരൊക്കെ ഇപ്പോഴുള്ളത്. പക്ഷേ സലഫികൾ ഒരിക്കലും ആ രീതിയെ സ്വീകരിക്കുകയേയില്ല, സ്വീകരിക്കാൻ പാടില്ല. അതും മാറിയിട്ട് ചില ആളുകൾ ഇടക്കാലത്ത് പറഞ്ഞു, നമ്മൾ തൗഹീദൊക്കെ പറയാൻ ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടതുണ്ട്. അതെന്താ? സാമൂഹ്യക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ട് നമ്മൾ അവരുടെ സൗഹാർദ്ദം നേടിയിട്ട് പിന്നെ നമ്മൾ തൗഹീദ് ഫസ്റ്റ് ഡോസ് സെക്കൻഡ് ഡോസ് അങ്ങനെ കൊടുത്താൽ മതി. ഇടക്കാലത്തുണ്ടായ ഒരു ചർച്ചയായിരുന്നത്. ലോകാടിസ്ഥാനത്തിൽ തന്നെ ഇഖ്വാനികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആശയമാണ്. മധ്യകാല ക്രിസ്ത്യാനികളിൽ അവർക്കത് കിട്ടിയത് അല്ലേ? ക്രിസ്ത്യാനികൾക്ക് കൊടുത്തിട്ട് ക്രിസ്ത്യാനികളുടെ രീതി എന്താ? ഒരു സ്ഥലത്ത് വന്നാൽ കുറച്ച് സ്ഥലം വാങ്ങും, അവിടെ ഒരു പള്ളി ഉണ്ടാക്കും, ഒരു സ്കൂൾ ഉണ്ടാക്കും. ആ സ്കൂളിൽ ചെറിയ ഫീസിന് കുട്ടികളെയൊക്കെ പഠിപ്പിക്കും. അപ്പോൾ രക്ഷിതാക്കൾക്കൊക്കെ താല്പര്യമോ അച്ചായന്മാർ വന്നിട്ട് നമ്മളെ കുട്ടികൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസമായിട്ടോ എത്ര ദൂരത്തേക്ക് പോകേണ്ടപ്പോൾ സ്കൂൾ ഉണ്ടായി കേട്ടോ. പിന്നെ 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 സ്കൂളിനടുത്തൊരു പള്ളിയാവും. പിന്നെന്താവും? പള്ളി കേന്ദ്രീകരിച്ച് ഇങ്ങനെ കടല, പയറ്, ചായപ്പൊടിയൊക്കെ വില കുറച്ച് കൊടുക്കും. പക്ഷെ അത് വാങ്ങാൻ ചെല്ലുമ്പോൾ അവിടെ ഫാദർ ഒരു പ്രസംഗം ഉണ്ടാവും. അത് കുറച്ചു നേരം കേൾക്കണം, ഉറുദി. മനസ്സിലായില്ലേ? അങ്ങനെ അങ്ങനെ പിന്നെ പോരുന്നോൾ കുട്ടികൾക്ക് ലഘുലേ കൊടുക്കാൻ തുടങ്ങും. പിന്നെ രാവിലെ യേശുവിനെ കുരിശു അർപ്പിച്ചുകൊണ്ട് പാട്ട് പഠിക്കും. അങ്ങനെ 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 ക്രിസ്ത്യാനിസം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ വേഷം മാറേണ്ട ആവശ്യമുണ്ട്. നേർക്കുനേരെ പറയാവുന്ന തെളിവുകളോ ന്യായങ്ങളോ അവരെ കയ്യിലില്ല. അത് കണ്ടിട്ട് നമ്മളെ ചില ആളുകളും ആ രീതി തരക്കടില്ലല്ലോ എന്ന് പറഞ്ഞു. അവരത് എഴുതാൻ തുടങ്ങി, പ്രസംഗിക്കാൻ തുടങ്ങി. എത്രത്തോളം എന്ന് വെച്ചാൽ മാതാമൃതാന്തമയും മറ്റും പടുത്തുയർത്ത ആശുപത്രികൾ നോക്കൂ, അവിടെ പോയിട്ട് ഒരുപാട് ആളുകളെ വിശ്വാസം മാറുന്നുണ്ട്, അതുകൊണ്ട് നമ്മളും അങ്ങനെ ചെയ്യണം എന്നിടത്തേക്ക്. നമ്മൾ യത്തീംഖാന ഉണ്ടാക്കിയത് ദ്വിമുഖ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. അത് വെറും യത്തീമിനെ സംരക്ഷിക്കൽ മാത്രമല്ല, അവരെ മുസ്ലിമാക്കൽ കൂടി ഉദ്ദേശമായിരുന്നു എന്നൊക്കെ എഴുതിക്കൊണ്ടുള്ള സാമൂഹ്യക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ദൈവത്തിനുള്ളൊരു പാലമാക്കിക്കൊണ്ട് എന്നിട്ട് പറഞ്ഞ് തൗഹീദ് എന്നിടത്തേക്ക് എത്തിയപ്പോൾ നമ്മളതിനെ നഖശിഖാന്തം എതിർത്തു. മനസ്സിലായില്ലേ? പക്ഷെ കുറെ ആൾക്ക് ബോധ്യമായില്ല. അതാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യം. അതൊക്കെ ഇപ്പൊ പറയാൻ പറ്റുമോ? അതൊക്കെ പഴഞ്ചനാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ പുരോഗമനത്തിന്റെ പേരും പറഞ്ഞിട്ട് അപ്പുറത്തന്നെ നിന്നു. കുറെ ആളുകൾക്ക് മനസ്സിലായി. എപ്പോഴും അങ്ങനെയാണല്ലോ, പെട്ടെന്ന് കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാവില്ല. ചില ആൾക്കൊക്കെ മനസ്സിലാവും, ചില ആൾക്ക് മനസ്സിലായാലും ഒരു മനസ്സിലാകുക നടിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. അപ്പൊ അതുകൊണ്ട് എവിടെയും തൗഹീദിനാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്. പ്രവാചകന്മാർ തൗഹീദിനാണ് ഊന്നൽ കൊടുത്തത്. അതാണ് അഞ്ചാമത്തെ കായികയായി, അടിസ്ഥാന തത്വമായി ശേഖ് അവർകൾ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്കൂ, ആറാമത്തെ തത്വമായി അദ്ദേഹം പറയുന്നത് അന്നഹും യബ്ദഊന ദഅവതഹും ബിമാ ബദഅ അല്ലാഹു ബിഹി വറസൂലുഹു. അവർ സലഫികൾ അവരുടെ ദഅവത്ത് തുടങ്ങുന്നത് അല്ലാഹും റസൂലും ഏതൊന്നുകൊണ്ട് തുടങ്ങിയോ അതുകൊണ്ടായിരിക്കും. ഫയുഖദ്ദിമൂന മാ ഖദ്ദമഹു അല്ലാഹു വറസൂലുഹു വയുഅഖിറൂന മാ അഖറഹു അല്ലാഹു വറസൂലുഹു. അല്ലാഹും റസൂലും മുൻഗണന കൽപ്പിക്കാൻ പറഞ്ഞവർ മുൻഗണന കൽപ്പിക്കും, അവർ പിൻഗണന കൽപ്പിക്കാൻ പറഞ്ഞ പിൻഗണന കൽപ്പിക്കും. അബ്ദു വബിഹാദാ യുംകിനു തഹ്സീലുൽ മസാലിഹ് വദർഉൽ മഫാസിദ്. അത് മുഖേന എല്ലാ നന്മകളും ലഭിക്കുകയും എല്ലാ തിന്മകളും തടയപ്പെടുകയും ചെയ്യും. കണ്ടോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത്. എന്ത്? നമ്മളിപ്പോ പ്രബോധനത്തിലൊക്കെ പുതിയ പുതിയ രീതികളും മറ്റുമൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത് എന്തിനാ? നമ്മൾ കൊണ്ടുവരുന്നത് അത് മുഖേന നമുക്ക് നന്മ ഉണ്ടാവും, നന്മ മസ്ലഹത്തുണ്ടാവും. പ്രവാചകന്റെ കാലത്തൊക്കെ അത് മതിയായിരുന്നു. പക്ഷെ ഈ കാലത്ത് അത് ശരിയാവില്ല. ഈ ആധുനിക കാലഘട്ടത്തിൽ ജനങ്ങൾ വേഗം ഗ്രാസ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആളുകൾ ആകർഷിക്കുന്ന പ്രത്യേക പുതിയ ശൈലികളൊക്കെ നമ്മൾ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള പുതിയ ശൈലികളും കൊണ്ടുവരാൻ ശ്രമിക്കും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം എടുത്തു നോക്കിയാൽ അത് ഘട്ടം ഘട്ടമായിരുന്നു. മക്കയിലെ 13 വർഷം വിശ്വാസ സംസ്കരണമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ജാഹിലിയത്തിൽ വ്യാപകമായിരുന്ന മദ്യവും ചൂതാട്ടവും പലിശയും വ്യഭിചാരവും ഒക്കെ ആദ്യം തന്നെ റസൂൽ വിമർശിച്ചിരുന്നുവെങ്കിൽ ആളുകൾ ഒരിക്കലും ഇത്ര ഇസ്ലാമിനെ സ്വീകരിക്കുമായിരുന്നില്ല. ലൗ നസല അവ്വല ശൈഇൻ ലാ തശ്റബുൽ ഖംറ, നിങ്ങൾ കള്ളു കുടിക്കരുത് എന്നാണ് ആദ്യമായി ആയത്ത് ഇറങ്ങിയിരുന്നതെങ്കിൽ ലഖാലു, അവർ പറയുമെന്ന് ലാ നദഉൽ ഖംറ അബദ, ഞങ്ങൾ ഒരിക്കലും കള്ളു ഒഴിവാക്കൂല. വലൗ നസല ലാ തസിനു, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന ആയത്ത് ഇറങ്ങിയിരുന്നുവെങ്കിൽ ലഖാലു ലാ നദഉ സിന അബദ, ഞങ്ങൾ ഒരിക്കലും സിന ഒഴിവാക്കൂല, വ്യഭിചാരം ഒഴിവാക്കൂല അവർ പറയുമായിരുന്നു. ലഖദ് നസല ബിമക്കത അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇന്നി ലജാരിയത്തുൻ അൽഅബ് ബലിസ് സാഅതു മൗഇദും വസ്സാഅതു അദ്ഹാ വഅമർ. കണ്ടോ, അന്ത്യസമയത്തെക്കുറിച്ചുള്ള ഈ ആയത്ത് ഞാൻ ചെറിയ കുട്ടിയായി റസൂലിന്റെ കൂടെ ജീവിക്കുന്ന കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രായത്തിൽ മക്കത്ത് വെച്ചാണ് ആയത്തിറങ്ങിയത് എന്ന് പറഞ്ഞ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസപരമായ കാര്യങ്ങളാണ് ആദ്യം ജനങ്ങളെ പഠിപ്പിച്ചത്. വിശ്വാസത്താൽ സംസ്കരിക്കപ്പെട്ടതുകൊണ്ടാണ് അവർക്ക് മറ്റു കാര്യങ്ങൾ സ്വീകരിക്കാൻ എളുപ്പമായത്. ഇവിടെ പല പ്രബോധന സംഘങ്ങളുമുണ്ട്. അവര് നിസ്കാരത്തിലേക്ക് ക്ഷണിക്കും, നോമ്പിലേക്ക് ക്ഷണിക്കും, ദിക്റിലേക്കും സലാത്തിലേക്കൊക്കെ ക്ഷണിക്കും. സ്കരിക്കാൻ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും, സലാത്ത് ദിക്ർ ഒക്കെ പറയും. പക്ഷേ ശിർക്ക് ബിദ്അത്തുകളെ കുറിച്ച് അവർ മിണ്ടൂല. അവർ ചെറു പള്ളിയിൽ ചെന്നിങ്ങനെ ചട്ടിയും പാണ്ടൊക്കെ ആയിട്ട് ചെന്ന് വട്ടത്തിലിരിക്കാൻ നോക്കുമ്പോൾ അവിടെ മൗലൂദ് ഇറക്കുകയാണെങ്കിൽ അതിലും കൂടി കൊടുക്കും, കുത്തുബിയത്ത് എടുക്കുകയാണെങ്കിൽ അതിലും കൂടി കൊടുക്കും. കാരണം അവിടെ വട്ടത്തിലിരിക്കാൻ സൗകര്യം കിട്ടണമെങ്കിൽ അത് വേണം. അപ്പുറത്തൊരു ജാറം മറ്റാ ചെറു പള്ളി, ജാറത്തെ പറ്റി മിണ്ടൂല. അവിടെ നടക്കുന്ന ബിദ്അത്ത് അതിനൊക്കെ കൂടി കൊടുക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? എന്നിട്ടാണ് അവർ ആളുകളെ നിസ്കരിക്കാൻ വിളിക്കുക, എന്നിട്ടാണ് ആളുകൾക്ക് ദിക്റും സലാത്തും പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ എന്ത് ദഅവത്താണിത്? ഇതെന്ത് ദഅവത്ത്? ഇത് പ്രവാചകന്മാർ പഠിപ്പിച്ച ദഅവത്താണോ? ഒരിക്കലുമല്ല. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയച്ചു. അന്ന് യമൻ ഇസ്ലാമിക രാജ്യമൊന്നല്ല കേട്ടോ, അന്ന് യമൻ അഹ്ലു കിതാബുകാർ അധികമുള്ള നാടാ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലു കിതാബുകാരുടെ നാട്ടുകാ മുആദ് നീ പോകുന്നത്. മുആദ് റളിയല്ലാഹു അൻഹു സഹാബികളെ കൂട്ടത്തിൽ പണ്ഡിതനാണ്. സഹാബികളെല്ലാവരും വലിയ പണ്ഡിതന്മാരായിരുന്നില്ല. എക്കാലത്തും കൂടുതൽ ആഴത്തിൽ പഠിക്കുന്ന ആളുകൾ കുറച്ചാളുകളുണ്ടല്ലോ. സഹാബികളെ കൂട്ടത്തിൽ വലിയ പണ്ഡിതന്മാരുണ്ടായിരുന്നു. ചില ആളുകൾ കൃഷി മറ്റു കാര്യങ്ങളൊക്കെ അത്ര തന്നെ പാണ്ഡിത്യം ഇല്ലാത്തവരും ഉണ്ടായിരുന്നു. മുആദ് റളിയല്ലാഹു അൻഹു നല്ല പാണ്ഡിത്യമുള്ള ആളായിരുന്നു. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മുൻഗണന പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഫൽയകുൻ അവ്വല മാ തദ്ഉഹും ഇലൈഹി ഷഹാദത അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹരിൽ ഞാൻ അള്ളാഹിന്റെ റസൂലാണെന്നുള്ള ഷഹാദത്താണ് മുആദേ താങ്കൾ അവർക്ക് ആദ്യം പറഞ്ഞു കൊടുക്കണം. ആദ്യം താങ്കൾ ക്ഷണിക്കേണ്ടത് അവർ അതിലേക്കാണ്. ഫഇൻഹും അതാഉ ലിദാലിക, ആ കാര്യത്തിൽ അവർ നിന്നെ അനുസരിച്ചു കഴിഞ്ഞാൽ, അതവരനുസരിച്ചു കഴിഞ്ഞാൽ ഫഅഖ്ബിർഹും, അവർക്ക് പറഞ്ഞു കൊടുക്കണം, അന്നല്ലാഹു അഫ്തറ അലൈഹിം 5 സലവാത്തിൻ, 5 നേരത്തെ നിസ്കാരം അല്ലാഹു അവർക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണം. അതവരനുസരിച്ച് കഴിഞ്ഞാൽ താങ്കൾ അവർക്ക് നോമ്പിനെ പറ്റി പറഞ്ഞു കൊടുക്കണം. അതവരനുസരിച്ച് കഴിഞ്ഞാൽ സക്കാത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കണം. പിന്നെ ഹജ്ജിനെ പറ്റി ഇങ്ങനെ തർത്തീബായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പ്രവാചകൻ ശേഷം ഉപദേശിച്ചത് നമുക്ക് ഹദീസിൽ കാണുവാൻ സാധിക്കും. അപ്പൊ ഘട്ടം ഘട്ടമായിട്ടായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം ഉണ്ടായിരുന്നത്. ഇപ്പൊ ശിർക്ക് ചെയ്യുന്ന ഒരാള് എന്തെങ്കിലും ഒരു കുറ്റം ചെയ്യുന്നത് കണ്ടു, അപ്പൊ നമ്മൾ പോയിട്ട് ആ കുറ്റം ഒഴിവാക്കാൻ പറയാണോ വേണ്ടത്? ആ കുറ്റം ഒഴിവാക്കാൻ വേണ്ട കാര്യമില്ല. കാരണം അവൻ തനിച്ച ശിർക്കിന്റെ ആളാ. അവനോട് ആദ്യം പറയേണ്ടത് അതിനെ പറ്റിയാ. ഇപ്പോ ഒരാൾ ജാറത്തിലേക്ക് പോവുകയാണ്, നാഗൂരിലേക്കോ അജ്മീറിലേക്കോ ഒക്കെ പോവാണ്. അപ്പൊ പോണ നേരത്ത് നിരച്ച താടി ഒന്ന് കറുപ്പിക്കാന്ന് വിചാരിച്ച് മൂപ്പര് കറുപ്പ് വാങ്ങാൻ വേണ്ടി പീടിയെ പോയി. അപ്പൊ ചെന്നപ്പോ തബ്ലീഗിന് പോണ ഒരാളാണ്, എന്ത് പണിയങ്ങൾ കാട്ടണേ, അല്ല ഈ കറുപ്പിക്കാൻ പാടില്ല, അല്ല നാഗൂർക്കൊക്കെ പോവുകയല്ലേ, അപ്പൊ ആളുകളൊക്കെ കണ്ടാ നമ്മളിങ്ങനെ വയസ്സനായും തോന്നൂല്ലേ, അതുകൊണ്ടാണ്. ഹേയ് നാഗൂർക്ക് പോണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഞങ്ങൾ താടി കറുപ്പിക്കാൻ പറ്റൂല. ഏറ്റവും വലിയ കുറ്റം നാഗൂർക്ക് പോണേ. നാഗൂർക്ക് എന്തിനാ പോണത്? അജ്മീർക്കും നാഗൂർക്കൊക്കെ പോകണം അവിടെ മറമാടപ്പെട്ടവരോട് പ്രാർത്ഥിക്കാനും ഓൽക്ക് നേർച്ചയാക്കാനും, അതുകൊണ്ട് മുറാദ് ഹാസിലാണ്. അതിനെപ്പറ്റി ഇയാൾക്കൊന്നും പറയല്ല, അയാൾക്ക് ആകെ പറയല താടി കറുപ്പിക്കേണ്ട പറ്റിയാണ്. അതാണ് പ്രബോധനത്തിന്റെ തലതിരിയ എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പൊ അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ജാറത്തിലേക്ക് സിയാറത്തിന് പോകുന്ന ആളോട് പറഞ്ഞു കൊടുക്കണം എന്ത്, അതാണ് ഏറ്റവും വലിയ തെറ്റ്. അപ്പൊ നേർച്ചപ്പൂരത്തിന് പോണ ആളാണ്, നേർച്ചപ്പൂരത്തിന് പോണ ആളുകൾക്ക് ലഘുല കൊടുക്കണം, നിസ്കരിക്കണം കേട്ടോ. ഓല് നിസ്കരിച്ചിട്ട് വല്ല കാര്യമുണ്ട്, ഈ പച്ച ശിർക്കിനായി പോണത്. അപ്പൊ അതുകൊണ്ട് ആ നിലക്കുള്ള ഒരു പ്രബോധന ശൈലിയാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. ഇവിടെ കണ്ടോ നിങ്ങൾ, ഇസ്ലാം ശക്തിയാണ്, മുക്തിയാണ്, വ്യക്തമാണ്, ശക്തിയാണ്, സമഗ്രമാണ്, സമ്പൂർണ്ണമാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ
അവർക്ക് വിശ്വാസ സംസ്കരണത്തെ പറ്റി ഒന്നും മിണ്ടൂല. മദ്യത്തെപ്പറ്റി, ചൂതാട്ടത്തെപ്പറ്റി, പലിശയെപ്പറ്റി, രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് അമിതാവേശമാണ് അവർക്ക്. എക്സ്പ്രസ് ഹൈവേ, അതിനെപ്പറ്റി എല്ലായിടത്തും പ്രസംഗം, അതിനെപ്പറ്റി സംവാദം നടത്താൻ അമീർ തന്നെ നേരിട്ട് വരും. എത്ര ചോദ്യമാണ് ഈ ചോദിക്കുക? സംവാദം കാളൂട്ടാന്ന് മറ്റേന് പറയും ചെയ്യും. കണ്ടങ്ങള് അതാണ്. അപ്പൊ അവരെ വിഷയം അതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ എക്സ്പ്രസ് ഹൈവേന് പ്രധാന വിഷയം. പിന്നെ കൊക്കക്കോളയിൽ എത്ര വിഷമുണ്ട് എത്ര കൃത്യമായി പറഞ്ഞു കൊടുക്കും, അതവർ പ്രധാന പ്രബോധന വിഷയം. അവരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ശിർക്ക് ബിദ്അത്തുകളെ പറ്റി അവർ പറയില്ല. അത് പറയുന്നവരൊരു പുച്ഛിക്കും ചെയ്യും. ശാഖാപരവും നിസ്സാരവുമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുകൾക്കിടയിൽ കുശുകുശുപ്പുണ്ടാക്കുകയാണ്. എന്തിനാണ് ഉമ്മത്തിൽ ഈ ചെറിയ നിസ്സാരമായ പ്രശ്നങ്ങൾ ഊതി വീർപ്പിച്ചിട്ട് അനൈക്യുണ്ടാക്കുന്നത്, ഛിദ്രത ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയുകയും ചെയ്യും. അപ്പൊ നമ്മൾ പ്രവാചകന്മാരുടെയും അവരെ പിന്തുടർന്ന സലഫുകളുടെയും മാതൃകയാണ് ദഅവത്ത് രംഗത്ത് സ്വീകരിക്കുന്നതെങ്കിൽ നമ്മൾ ശിർക്കിനെതിൽ ആദ്യം പറയണം. അതുപോലെ ബിദ്അത്തിനെതിൽ പറയണം. കാരണം ശിർക്കും ബിദ്അത്തും ചെയ്ത അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. ബിദ്അത്തിനെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം എന്താറിയോ? ഇന്നല്ലാഹ യഹ്തജറ തൗബത അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ ഹത്താ യദാ ബിദ്അതഹു. ഒരു ബിദ്അത്തുകാരൻ അവന്റെ ബിദ്അത്തുകളെ പാടെ ഉപേക്ഷിക്കുന്നത് വരെ അള്ളാഹുവിന്റെ തൗബ തടഞ്ഞു വെച്ചിരിക്കുന്നു. പടച്ചോനെ എനിക്ക് പുറത്തു തരണേ, ഞാനിതാ നിന്നിലേക്ക് മടങ്ങുന്നു എന്ന് പറയാത്തൊരു മുസൽമാനും ഉണ്ടാവില്ല. പക്ഷെ ആ പ്രാർത്ഥന അങ്ങോട്ട് എത്തൂല, അത് വൈക്ക തടഞ്ഞു വെക്കുന്ന അതിൻ്റെ എന്ത് ദുരന്തമാണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അതുകൊണ്ട് ശിർക്ക് ബിദ്അത്തുകൾക്കെതിരെയുള്ള ദഅവത്താണ് ഏറ്റവും പ്രധാനമായി ഒന്നാമതായി നമ്മൾ ജനങ്ങളെ പഠിപ്പിക്കേണ്ടത്. അപ്പൊ അള്ളി റസൂലും മുന്തിച്ചതിനെ മുന്തിക്കണം, അള്ളി റസൂലും പിന്തിച്ചതിനെ പിന്തിക്കണം. അതുകൊണ്ടുണ്ടാണ് മസ്ലഹത്ത നമുക്ക് വേണ്ടത്. നമ്മൾ കൂടി തീരുമാനിച്ച് പറയും ഈ കാലത്ത് ഇപ്പോൾ ഒന്നും പറ്റൂല, അതിന്റെ ശൈലി ഒന്ന് കോലം മാറ്റണം എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ അള്ളാഹും റസൂലും അംഗീകരിക്കുന്ന കാര്യമല്ല. ഇനി നിങ്ങൾ നോക്കൂ, അന്നഹും യുഅല്ലിമൂന ജമീഅ ഉമൂറദ്ദീൻ ജമീഅ ഉമൂരിദ്ദീൻ ഫയദഊന ഇലാ മാ ദഅ ഇലൈഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദറൽ ഇസ്തിതാഅ. ഏഴാമത്തെ തത്വമായി ശൈഖ് അവറുകൾ പറയാണ്, സലഫികൾ ദീനിന്റെ എല്ലാ കാര്യങ്ങൾക്കും അവർ മഹത്വം കൽപ്പിക്കും. അള്ളാഹുവിന്റെ റസൂൽ ഏതൊന്നിലേക്കാണോ ക്ഷണിച്ചത് അതിലേക്ക് കഴിവിന്റെ പരമാവധി അവർ ക്ഷണിച്ചുകൊണ്ടേയിരിക്കും. കണ്ടോ, ഇവിടെ തൗഹീദ് കൊണ്ട് തുടങ്ങിയ ശിർക്ക് ബിദ്അത്തിനെ എതിർക്കാന്ന് പറഞ്ഞാൽ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുക എന്നല്ല അർത്ഥം. ചില ആളുകൾ അങ്ങനെയാ മനസ്സിലാക്കിയത്. മനസ്സിലായില്ലേ? നമ്മൾക്കെല്ലാം തേഞ്ഞല്ലേ, നമുക്ക് ശിർക്കുണ്ടോ ബിദ്അത്തുണ്ടോ മാലുണ്ടോ മൗലൂദുണ്ടോ, കഴിഞ്ഞ് ഓല ദീന് കഴിഞ്ഞ്. ശിർക്കും ബിദ്അത്തും മാലയും മൗലൂദും ഒഴിവാക്കി പെണ്ണുങ്ങൾ വെള്ളിയിൽ പോണ കുത്തുബന്റെ ഭാഷയും പഠിച്ച് ഖലാസ്. ആ 2-4 വിഷയം കഴിഞ്ഞാൽ പിന്നെ ഒന്നും പഠിക്കൂല, ഒന്നും പഠിക്കാനില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല, ദീനിന്റെ മുഴുവൻ കാര്യങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യവും ഗൗരവവും കൊടുക്കണം. തൗഹീദ് കൊണ്ട് തുടങ്ങുക, അതിന് പ്രാധാന്യം കൊടുക്കുക, മറ്റുള്ളതിനൊന്നും ഒരു പ്രാധാന്യം അല്ല എന്നല്ല. അതൊക്കെ ഓരോരുത്തരും വ്യക്തിപരമായ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക എന്നല്ല. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായും പ്രവേശിക്കണം. കണ്ടോ, പിശാചിന്റെ കാലടിപ്പാടുകൾ നിങ്ങൾ പിന്തുടരാൻ പാടില്ല. അപ്പൊ ഏത് വിഷയത്തിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രാധാന്യത്തോട് പറഞ്ഞ കാര്യങ്ങൾ വരെ ആളുകൾ വളരെ നിസ്സാരമായി കാണും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ നമസ്കാരത്തിലെ സൊഫ് നിക്കല് എത്ര പ്രാധാന്യത്തോടെ എല്ലാ നിസ്കാരത്തിലും റസൂൽ പറയാ, സവ്വു സുഫൂഫക്കും, നിങ്ങൾ സഫ് ശരിയാക്കണം. ഫൈന തസ്ബിയത സഫി മിൻ തമാമി സ്വലാത്ത്. സഫ് ശരിയാക്കുക എന്നത് അത് നമസ്കാരത്തിന്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ്. ലതുസവ്വുന്ന സുഫൂഫക്കും, നിങ്ങൾ സഫ് ശരിയാക്കുക തന്നെ വേണം. വലാ തദഉ ഫുർജതൻ ലിശൈത്താൻ, ശൈത്താനു വേണ്ടി നിങ്ങൾ വിടവുകൾ വിട്ടുകളയരുത്, വിടവുകൾ വെക്കരുത്. സഫിന് അടുത്ത് നിൽക്കണം. തറാസു, നിങ്ങൾ പരസ്പരം ചേർന്ന് നിൽക്കണം. സഹാബത്ത് പറയാണ്, റസൂലുള്ളാഹിന്റെ നിസ്കാരത്തിന്റെ കൽപ്പന സവ്വു സുഫൂഫക്കുന്ന കൽപ്പന അങ്ങ് കേട്ടാൽ ഞങ്ങൾ എന്താ ചെയ്യാറിയോ, ഞങ്ങളിൽ ഓരോരുത്തരും ഞങ്ങളിൽ ഒരാൾ തന്റെ ചുമല് തൊട്ടടുത്ത് നിൽക്കുന്നവന്റെ ചുമലോട് ഒട്ടിച്ചു വെക്കും, കാൽപാദത്തോട് ഒട്ടിച്ചു വെക്കും. ഇന്ന് നമ്മൾ കാലടുപ്പിക്കുന്ന കള്ളത്തിപ്പേക്കളെ കറക്കാൻ പിടിച്ച മാതിരി ഒറ്റ തട്ട കാലേറ്റ് നമ്മൾ അങ്ങോട്ട് തട്ടും, ഇങ്ങോട്ടിട്ട് അങ്ങോട്ടും തട്ടും. ഒരു നമ്മൾ ഇങ്ങനെ ആയി പോകും. മാത്രമല്ല കൈകൊണ്ട് ഇങ്ങനെ കാട്ടും, തുടരുത്. അങ്ങനെ എന്നാൽ അവർക്ക് നിസ്കാരം ശരി ഒട്ടി നിന്ന പോലെ നിസ്കാരത്തിന്റെ ഖുശൂഅൊക്കെ പോയി കളയുന്ന എത്ര വിടവാ സഫിലൊക്കെ എന്നറിയോ? ചോദിച്ചാലോ, ഞങ്ങളോട് 35 കൊല്ലായി സലഫിയ, നിങ്ങളൊക്കെ 40 ഞാൻ ഒന്നോലല്ലേ, എന്റെ വാപ്പ ഇവിടെ പള്ളി ഉണ്ടാക്കി, ഞങ്ങളെ വല്ലിപ്പ വന്റെ മുജാഹിദ എന്നൊക്കെ. അവന്റെ സർവീസ് കേട്ടാ നമ്മൾ പോലും മൂക്കത്ത് വരലോ. ആ ജാതി കുറെ സർവീസുകാരുണ്ട്, ഒരു വസ്തു ഒരു പഠിക്കൂല, പണ്ട് പഠിച്ച പോയത്തങ്ങളൊന്നോട്ട് മറക്കൂല. പഴയ മുജാഹിദുമാരിൽ പോയി വെക്കണമെങ്കിൽ ഒരു ഉപദേശം അവിടെ ഫലം ചെയ്യില്ല. ഇപ്പൊ കടവത്തൂര് പറഞ്ഞ അപ്പ എടപ്പാറ കുഞ്ഞാമ്മോലി ഇത് പറഞ്ഞില്ലല്ലോ. അതല്ല, എടപ്പാറ പറയാത്തൊന്നും അവിടെ പറയാൻ പാടില്ല എന്നാ.
എടത്തനാട്ടെ പറയുകയാണെങ്കിൽ പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലവി പറഞ്ഞോ നോക്കണം, എടവണ്ണ പറയുകയാണെങ്കിൽ അലി മൗലവി പറഞ്ഞോ നോക്കണം. ഇങ്ങനത്തെ ഒരു ഖൗമായി മാറിയിരിക്കുകയാണ്. അവിടെ കുറെ മദ്ഹബ. അപ്പൊ നോക്കി നിങ്ങൾ, അപ്പൊ സഫ് ശരിയാക്കുന്ന കാര്യം സലഫികൾ വളരെ പ്രാധാന്യത്തോടെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ ആ പ്രാധാന്യം ഇപ്പൊ പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, പല സ്ഥലങ്ങളും കാണുന്നില്ല. പല സുന്നത്തുകളെയും അവർ നിസാരമാക്കുകയാണ്. എന്ന് മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാധാന്യപൂർവ്വം പറഞ്ഞ സുന്നത്തൊക്കെ നമ്മൾ പ്രാധാന്യത്തോടെ പറഞ്ഞ ഇവര് ദീനിന്റെ പുറന്തൊലി കിടന്നിട്ട് ഇങ്ങനെ തിരിയാ. ഇവർക്ക് ദീനിന്റെ കാമ്പറിഞ്ഞുകൂടാ, ഇവർ ഉള്ളിക്കിറങ്ങുന്നില്ല. ദീനിന് പുറന്തൊലിയുണ്ട്, കാമ്പുണ്ട്. കാമ്പിലല്ലേ നമ്മൾ നിൽക്കേണ്ടത്? ഇവർക്ക് താടി, തുണി, ഡ്രസ്സ്, സഫ്, ഇതൊക്കെ അവരെ വിഷയം. എന്നുണ്ട് നമ്മളെ പ്രബോധനത്തെ തന്നെ കളിയായി. ഇപ്പൊ താടി വളർത്താത്തതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അതൊക്കെ പുറമല്ലേ. നിങ്ങൾ മനസ്സിൽ താടി വളർത്തണം, നിങ്ങൾ ഉള്ളിൽ താടി വളർത്തണം എന്നൊക്കെ പറയും ചില ആളുകൾ. വലിയ ബടായ ഉള്ളിലാ താടി വളർത്തേണ്ടത് എന്നൊക്കെ പറയും. ആ തഖ്വ ഹാഹുന, തഖ്വ ഇവിടെയാണെന്നൊക്കെ പറയും. തഖ്വ ഇവിടെ ഉണ്ടെങ്കിൽ ഇത് പഠിക്കൂല, ഇത് വിട്ടൂല്ല, അതങ്ങനെ വളർന്നോളും. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ പോലും താടി പഠിച്ചിട്ടില്ല, ഒരൊറ്റ സഹാബിയും പഠിച്ചിട്ടില്ല. താടി വളർത്തണമെന്ന കൽപ്പന 25ഓളം ഹദീസുകളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നാലും അത് ജീവിതത്തിൽ പകർത്താൻ പല ആളുകൾക്കും മടിയാണ്. കാരണം എന്താണെന്നറിയോ? അവർ കാണുന്നത് അതൊന്നും പ്രധാനപ്പെട്ടതല്ല എന്നാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുതും വലുതുമായ മുഴുവൻ വിഷയങ്ങളിലും നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഏതേത് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു എന്ന് നോക്കി അവിടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴേ നമ്മൾ സെലഫിയാവുള്ളൂ. അത് നമ്മൾ പണ്ടേ ഇവിടുത്തെ നമ്മളെ നാട്ടിലൊരു രീതിയല്ലേ, നമ്മൾ ഇന്ത്യ രാജ്യത്താവുമ്പോൾ അത് അങ്ങനെയൊക്കെയല്ലേ നടക്കുള്ളൂ. അങ്ങനെയൊക്കെ ഇപ്പം നമ്മൾ പറഞ്ഞാൽ അത് ആളുകൾക്ക് പ്രായോഗികമെല്ലാം തോന്നൂലേ? അത്ര നമ്മൾ ടൈറ്റ് ആക്കേണ്ടതുണ്ടോ? അങ്ങനെയൊക്കെ പറയാൻ ഇപ്പം എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുമോ? എല്ലാവർക്കും പറയണോന്ന് വെള്ളം ചേർക്കാൻ പറ്റുമോ? പറയണോ 100 പറയണ്ടേ? കേൾക്കണോന്ന് ചിലപ്പോൾ 90 എടുക്കണുണ്ടാവും, 80 എടുക്കണുണ്ടാവും, 50 എടുക്കണുണ്ടാവും, 25 എടുക്കണുണ്ടാവും. ഓൽക്ക് ഒപ്പിച്ച് ഇതിൽ വെള്ളം ചേർത്താൻ പറ്റുമോ? അതിപ്പോൾ അങ്ങനെ പറയാൻ പറ്റുമോ? ഇങ്ങനെ ഖുർആനിലും ഹദീസിലുള്ള ഹുക്മി നമുക്ക് മാറ്റാൻ പറ്റുമോ? ശിർക്കിനെ ശിർക്കല്ല എന്ന് പറയാൻ പറ്റുമോ? ബിദഅത്തിനെ ബിദഅത്തല്ല എന്ന് പറയാൻ പറ്റുമോ? കുഫറിനെ കുഫറല്ല എന്ന് പറയാൻ പറ്റുമോ? ഹറാമിനെ ഹറാമല്ല എന്ന് പറയാൻ പറ്റുമോ? അതാണ് പല ആളുകൾക്ക് ഒന്ന് മൈൽഡാക്കിക്കൂടെ, അങ്ങനെ അങ്ങോട്ട് പറയണോ എന്നാണ്. അങ്ങനെ ഉള്ളത് നമുക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. ഉള്ളതുപോലെ തന്നെ നമ്മൾ പറയണ്ടേ? നമുക്കൊരു പക്ഷേ ചെയ്യാൻ കഴിയുണ്ടാവില്ല. നമുക്ക് കഴിയുന്നെങ്കിൽ നമുക്കൊന്ന് ശ്രമിക്കെങ്കിലും വേണ്ടേ? ഒരു തെറ്റാണ്, ഗൗരവമാണെന്ന് മനസ്സിലാക്കിയാലല്ലേ അത് ഒഴിവാക്കാനും ആ നന്മയിലേക്ക് എത്താനുള്ള ശ്രമം നമ്മളെ ഭാഗത്തുണ്ടാകുള്ളൂ. അപ്പൊ അതുകൊണ്ട് സൽമാൻ റളിയല്ലാഹു അൻഹുവിനോടൊരു ജൂതൻ കളിയാക്കി, എന്താ നിങ്ങൾ നബി കക്കൂസ് പോകുമ്പോഴുള്ള മര്യാദ വരെ പഠിപ്പിക്കണേ? ശരിയാണ്, ഞങ്ങളെ നബി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, അതേ നിഷേധിച്ചില്ല. കാരണം കക്കൂസ് പോകുന്നതിന് ചില നിബന്ധനകളുണ്ട്. മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ തുറസായ സ്ഥലത്താണെങ്കിൽ ആളുകളെ ദൃഷ്ടിയിൽ നിന്ന് അകന്നു പോകണം. പിന്നെ ഫലം കായ്ക്കുന്ന വൃക്ഷത്തിന്റെ ചോട്ടിലോ ആളുകൾ വിശ്രമിക്കുന്ന സ്ഥലത്തോ പോയിട്ട് മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല. പിന്നെ അങ്ങോട്ട് കിടക്കുമ്പോൾ ഇടതുകാല് വെച്ചിട്ട് വിസർജന സ്ഥലത്ത് ഇരിക്കണം. പുറത്തു വരുമ്പോൾ വലതുകാല് വെച്ച് വരണം. അങ്ങോട്ട് കയറും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസി, ആൺപിശാചുക്കളിൽ നിന്നും പെൺപിശാചുക്കളിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു എന്ന് പറയണം. പുറത്തിറങ്ങുമ്പോൾ ഗുഫ്രാനക എന്ന് പറയണം. ഇതൊക്കെ മര്യാദകളല്ലേ? ഇതെല്ലാം ഖിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ മറയില്ലാതെ ഇരിക്കാൻ പാടില്ല. എത്ര മര്യാദ ഇപ്പോ! അപ്പൊ ചെറിയ വിഷയ അതിപ്പോ എന്താ, ഭക്ഷണം കഴിച്ചോലൊക്കെ കക്കൂസ് പോവും, മൂത്രയ്ക്കുന്ന ഉറപ്പല്ലേ, അതിനിപ്പോ അത്ര മര്യാദ പഠിപ്പിക്കാണ്ടോ? അത് സമയമാകുമ്പോൾ ആളങ്ങ് ചെയ്തോളൂലേ എന്ന് പറഞ്ഞിട്ട് വിട്ടിട്ടില്ല. അതിൻ്റെ മര്യാദകൾ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. അതുപോലെ ഓരോ വിഷയം എടുത്തു നോക്കിയാലും അവിടെയൊക്കെ ദീനിന് കൃത്യമായ നിയമനിർദ്ദേശങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ആ നിയമനിർദ്ദേശങ്ങൾ എന്താണെന്ന് അന്വേഷിച്ച് അതനുസരിച്ചാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ദീൻ ഉൾക്കൊള്ളേണ്ടത്. ഏത് രംഗത്തും അങ്ങനെയായിരിക്കണം. അപ്പൊ ജനങ്ങൾ നിസാരമാക്കുന്നു എന്നതുകൊണ്ട് നമ്മൾ നിസാരാക്കാൻ പാടില്ല. ആളുകൾ ഒന്നായിട്ടൊരു തിന്മ ചെയ്യാൻ തുടങ്ങി, ആരും ആ തിന്മയെ എതിർക്കുന്നില്ല. എന്നാൽ ഒരു പ്രബോധകൻ അത് മിണ്ടാണ്ടാക്കാൻ പറ്റുമോ? ഇപ്പൊ പ്രബോധകന്മാരൊക്കെ അങ്ങനെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ കാലത്ത്, അതൊക്കെ പാരാ ചെയ്യാത്തത്, അതൊക്കെ പറഞ്ഞാൽ നടക്കുവോ, വെറുതെ പറയാന്നല്ലാതെ എന്ന് പറയും. ഈ പറയൽ നിർത്തണതിന്റെ കുഴപ്പം. നമുക്ക് നിർത്താൻ പറ്റുമോ? മാത്രല്ല പറയണോനും ചിലപ്പോൾ കുറേശ്ശെ ഇതിലെങ്കിൽ ലയിച്ചിട്ടുണ്ടാവും. അതൊന്നും കുഴപ്പമില്ല എന്നുള്ളതൊക്കെ മൂപ്പരും കുറേശ്ശെ ചെയ്യുണ്ടാവും. അപ്പൊ പറയാൻ ഓനും ഒരു മടി ഉണ്ടാവും, ഞാനും പടക്കമൊക്കെ ചെയ്യണല്ലേ എന്ന നിലക്ക്. അങ്ങനെയാണ് ദീൻ നശിച്ചു പോവുക. ദീൻ നശിച്ചു പോകുന്നത് അങ്ങനെയാണ്. അപ്പൊ പ്രബോധകന്മാരെന്തു വേണം? ആളുകൾ അവഗണിക്കപ്പെട്ട സുന്നത്തുകളെ ജീവിപ്പിക്കണം, അതടക്കിടക്ക് ഓർമ്മപ്പെടുത്തണം.
ജനങ്ങളെ ഈ സുന്നത്ത് മറക്കാൻ പാടില്ല എന്ന് പറയണം. ജനങ്ങൾ നിസാരമായി കാണുന്ന തിന്മകളെ അതിന്റെ ഗൗരവപൂർവ്വം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോ ജനങ്ങളുടെ ദൃഷ്ടിയിൽ ഒരു നന്മ ചിലപ്പോ പ്രാധാന്യമില്ലാത്തതായി മാറിയിട്ടുണ്ടാവും. കാരണം ആരും നന്മയെക്കുറിച്ച് പറയുന്നില്ല, ആരും നന്മക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. അതുകൊണ്ട് അത് പ്രധാനപ്പെട്ടതല്ല എന്ന് ആളുകൾ ധരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ പ്രബോധകന്മാരെന്ത് വേണം? അതിന്റെ പ്രാധാന്യം ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തുക തന്നെ വേണം. അതുപോലെ തന്നെ ജനങ്ങൾ പല തിന്മകളെയും നിസാരമായി കാണാൻ ശ്രമിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് തന്നെ ഗൗരവങ്ങൾ ഓർമ്മപ്പെടുത്തണം, ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും. അതാണ് സലഫികളുടെ രീതി. അപ്പൊ നാട്ടുകാർക്കനുസരിച്ച് ദഅവത്തിന്റെ രീതി മാറ്റല്ല, മറിച്ച് എല്ലാ തിന്മകളെയും അതിന്റെ ഗൗരവത്തോടെ എതിർക്കുകയും എല്ലാ നന്മകളെയും അതിന്റെ പ്രാധാന്യത്തോടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ദീനിനെ കൂട്ടാതെ കുറക്കാതെ ഭേദഗതി വരുത്താതെ ശരിക്കും പ്രമാണബദ്ധമായി അവതരിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് സലഫികൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മൾ നമസ്കാരത്തിന്റെ തെറ്റുകളെ പറ്റി ക്ലാസ് എടുക്കുമ്പോൾ ചില ആളുകൾ പറയും, ഇവർക്ക് എന്ന് നിസ്കാരത്തിലെ ആളുകളെ തെറ്റ് പറഞ്ഞാൽ നിസ്കരിക്കാത്ത എത്ര ആൾ പീടികയിലും വീട്ടിലൊക്കെ വരും, അവിടെ നിന്ന് പോയി ക്ഷണിച്ചൂടെ ഇവർക്ക്. നമ്മളതാ ചെയ്യണത്, നമ്മൾ വീട്ടിൽ നിസ്കരിക്കാൻ വരും എന്ന് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് അതല്ലേ ആദ്യം ചെയ്യേണ്ടത്. നിസ്കരിക്കാൻ വന്ന ആളോട് അയാളെ റുക്കൂവ് ശരിയില്ല, നിങ്ങളെ സുജൂദ് ശരിയില്ല, നിങ്ങളെ കൈയ്യട്ടിയത് ശരിയില്ല, നിങ്ങളെ അത്തയ്യാത്ത് ശരി, അതൊന്നും പറയാൻ പാടില്ല. എങ്ങനെയാലും നിസ്കരിക്കണ്ടല്ലോ, അത് നോക്കിയാൽ പോരെ. മൊത്തത്തിൽ ആളുകൾ നിസ്കരിക്കാൻ തുടങ്ങട്ടെ എന്ന് പറയുന്ന ഒരു പ്രബോധന ശൈലി ഉണ്ട് അല്ലേ? എന്നാ ഖുർആൻ പറയുന്ന കേട്ടോ, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശം. ആരാണവർ? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ അവരെ നമസ്കാരത്തെ കുറിച്ച് അശ്രദ്ധരാണ്. ഇപ്പൊ നിസ്കരിക്കുന്നവർക്ക് നാശം എന്നും ഖുർആനിലുണ്ടല്ലേ? ഉണ്ട്. എപ്പോഴാണ് നിസ്കാരത്തെ കുറിച്ച് അശ്രദ്ധരായി? എങ്ങനെയെങ്കിലൊക്കെ കാട്ടിക്കൂട്ടലായി. നിസ്കാരത്തിന്റെ ആദാബുകൾ, ഷർത്തുകൾ, അതിന്റെ ഫറലുകളൊന്നും പരിഗണിക്കുന്നില്ല. എന്തൊക്കെയോ കുറെ കാട്ടിക്കൂട്ടലുകൾ ഇല്ല. ചില ആളുകൾ നിസ്കരിക്കാൻ എന്താ കണ്ടിട്ടില്ല നിങ്ങള്? ഇങ്ങനെ കോട്ടാവി ഇട്ടുകൊണ്ടേയിരിക്കും. ഒരു റക്കാത്ത് കഴിയുമ്പോൾ 3 കോട്ടാവി. നിസ്കാരം കഴിഞ്ഞാൽ കോട്ടാവിയും കഴിഞ്ഞ്. ഇവന് ക്ഷീണിച്ചിട്ട് ഉറക്കൊഴിച്ചിട്ടൊന്നല്ല, അത് ശൈത്താൻ ഉണ്ടാക്കുന്നതാ. നമസ്കാര കോട്ടുവായി ശൈത്താൻ എന്നുള്ളതാണ്. നിങ്ങളിൽ ഒരാൾക്ക് നിസ്കാരത്തിൽ കോട്ടായി വന്നാൽ അവൻ അമർത്തിക്കൊള്ളട്ടെ. ഇങ്ങനെ കൈയിട്ട് എന്ന് പറയുന്നല്ല, കൈകൊണ്ട് അമർത്തല്ല, പുറത്തേക്ക് വരാതിരിക്കട്ടെ എന്നാ. വായോണ്ട് തന്നെ അമർത്തിക്കൊള്ളണത്, കൈയൊന്നും വെക്കാൻ പാടില്ല. കാരണം എന്താ? അവൻ ഊരിയിടരുത്. ചില ആളുകൾ എങ്ങനെ ഇങ്ങനെ പിന്നെ കുറച്ച് ഇനി എന്താ നിസ്കാരം? നബി അള്ളാന്റെ റസൂൽ അന്ന് പറഞ്ഞതാ ഊരിയിടരുത്. അപ്പൊ ആ രീതി. അപ്പൊ നമസ്കാരത്തില് അയാൾ അശ്രദ്ധ പോവുകയാണ്. അതാണ് ഫവൈലുൽ ലിൽ മുസല്ലീൻ എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പള്ളിയിൽ വന്നിട്ട് നിസ്കരിച്ച ആളെ റസൂൽ തിരുത്തിയത് എത്ര സ്ഥലത്ത് നമ്മൾ കേട്ടതാ. ഇനി പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്ക് റസൂലുള്ളാഹിന്റെ പള്ളിയിലെന്തോ ഒരാൾ നിസ്കരിക്കുമ്പോൾ നബി ഇങ്ങനെ നോട്ട് ചെയ്തിയാ നിസ്കാരം. അയാളിങ്ങനെ പെട്ടെന്നൊക്കെ ചെയ്തിട്ട് റസൂലിന്റെ അസ്സലാമു അലൈക്കും എന്നാണ്. നബി വഅലൈക്കും സലാം എന്നിട്ടു. എന്നിട്ട് പറഞ്ഞതാ ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, തിരിച്ചു പോയി നിസ്കരിക്കണോ, നീ നിസ്കരിച്ചിട്ടില്ല. അയാൾ പോയി നിസ്കരിച്ച് പിന്നീട് വന്ന് രണ്ടാമതും ഇതേപോലെ തന്നെ നിസ്കരിച്ച് പിന്നെയും വന്ന് സലാം പറഞ്ഞു. നബി സലാം മടക്കി പിന്നെയും പറഞ്ഞു പോയി നിസ്കരിക്കണോ, നീ നിസ്കരിച്ചിട്ടില്ല. മൂന്നാമതും മടക്കി നിസ്കരിക്കാൻ പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, അള്ളാന്റെ റസൂലെ, അങ്ങേ സത്യസമേതം അയച്ച അള്ളാഹുവാണ് സത്യം, എനിക്ക് ഇങ്ങനെ അല്ലാണ്ട് അറിഞ്ഞൂടാ, നിങ്ങൾക്ക് പഠിപ്പിച്ചു തരണം. എന്നാ അവിടെ ഇരിക്കുകയാണ്. നബി പഠിപ്പിച്ചു കൊടുത്ത്. മനസ്സിലായില്ലേ? അപ്പൊ എന്നാലും അയാൾ നിസ്കരിച്ചല്ലോ. അയാളോട് മെല്ലെ, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങളെ നിസ്കാരത്തിൽ കുറച്ച് സ്പീഡൊക്കെ ഉണ്ട്, ഇപ്പൊ മാറ്റി നിസ്കരിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞു എന്നുള്ളൂ, നിങ്ങളൊന്നും വിഷമൊന്നും വിചാരിക്കരുത് എന്നൊക്കെ പറഞ്ഞു സോപ്പടിച്ച്. അങ്ങനെയാണോ? അല്ല, പിരിച്ചു പോയി നിസ്കരിക്കണോ, നിസ്കാരം ശരിയായിട്ടില്ല. മതപണ്ഡിതന്മാരും പ്രവാചകന്മാരെ ദഅവത്ത് നടത്തുന്നവരും അങ്ങനെ പറഞ്ഞു കൊടുക്കണം ജനങ്ങൾക്ക്. ഇത് ജനങ്ങളെ സോപ്പടിക്കുക, നിങ്ങൾ അങ്ങനെ ഒന്നും വിചാരിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ. അങ്ങനെയൊന്നുമില്ല. ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട പോലെ പറഞ്ഞു കൊടുക്കണം. ഗൗരവമുള്ളത് ഗൗരവത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവില്ല. അപ്പൊ ദീനിനെതിരായ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിനെ നമ്മൾ എതിർക്കണം. ജനങ്ങൾക്കനുസരിച്ച് അതിനെ മയപ്പെടുത്താനോ ജനങ്ങൾക്കനുസരിച്ച് അതിന്റെ ഗൗരവം കുറക്കാനോ നമുക്ക് പാടില്ല. ജനദൃഷ്ടിയിൽ പലപ്പോഴും പല തെറ്റുകളും നിസാരായിരിക്കും. പ്രത്യേകിച്ച് കാലം ചെല്ലുന്തോറും തെറ്റുകൾ ഇങ്ങനെ വർദ്ധിച്ചു വരാം. ഇപ്പൊ പലിശനെ പറ്റി ഇപ്പം ആർക്കും ഇങ്ങനെ പറയാൻ തന്നെ ഒരു ഇതില്ല. കാരണം എന്താ, അതിപ്പോൾ എല്ലാവരും പലിശ ഇല്ലാത്ത സംഗതി ഉണ്ടോ, അതുകൊണ്ട് നമ്മൾ പറയാക്കണ്ട, നമ്മളതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. അങ്ങനെ പറയാൻ പറ്റുമോ?
പറ്റൂല. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ബാങ്കിൽ പോവാണ്. നിർബന്ധിതമായി ചിലപ്പോൾ ബാങ്കിൽ പോണ ആളുകളുണ്ടാകും. കച്ചവടത്തിനും മറ്റും നിർബന്ധിയായിട്ട് ബാങ്ക് അക്കൗണ്ട് തുറക്കണ്ടേ. ഇപ്പൊ കണ്ടേ, ഗ്യാസ് കിട്ടണമെങ്കിൽ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് വേണമെന്നാക്കി. അതൊരു ഫിത്തനയാണ്. ഫിത്തന, ഭയങ്കര ഫിത്തനയാണ്. എല്ലാവരും ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത പെണ്ണുങ്ങളൊക്കെ പോയിട്ട് വരി നിന്നിട്ട് പിന്നെ 1000 റുപ്യയും കൊടുത്തിട്ട് പാസ്ബുക്കും വാങ്ങിയിട്ട് അതിന്റെ കാർഡും ഒക്കെ ആയിട്ട് നടക്കപ്പോ. എന്നിട്ട് ഇപ്പൊ പറഞ്ഞു ഇനിയിപ്പോ ബാങ്കിക്ക് വിടാതെക്കാനുള്ള ആലോചന മുഖ്യമന്ത്രിമാരെ യോഗത്തിൽ ഓല് ജയിച്ചാല് നോക്കിങ്ങള്. അപ്പൊ ആളുകൾക്ക് ഏത് ഭരണകൂടം വന്നാൽ ഇങ്ങനത്തെ കുറെ ഫിത്തനകൾ ഉണ്ടാവും. അപ്പൊ പലിശയും ബാങ്കും ഇല്ലാതെ നടക്കൂല. അതുകൊണ്ട് ഇനി നമ്മൾ പറയേണ്ടതെന്ന് വെക്കാൻ പറ്റുമോ? പറ്റൂല. നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. എത്ര കണ്ട് നമുക്ക് ഇന്ന് ഒഴിവാകാൻ കഴിയുമോ നമ്മളൊക്കെ ഇന്ന് ഒഴിവാകും വേണം, ഒഴിവാകാൻ വേണ്ടി ശ്രമിക്കുകയും വേണം. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ അതിനിപ്പോ ജനങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളത് പറയാൻ പോകേണ്ടതില്ല എന്ന് പറയാൻ പാടില്ല. നമ്മളത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഖുല്ലാ യസ്തവിൽ ഖബീസു വത്തയ്യിബ്, നല്ലതും ചീത്തയും സമമാവുകയില്ല. വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്, ചീത്തയുടെ ആധിക്യം നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി. ചീത്ത ഇങ്ങനെ വർദ്ധിച്ചു വന്നിട്ടോ ഇതൊന്നും ഇനിയിപ്പോ എതിർത്തിട്ട് കാര്യമല്ലട്ടോ എന്നുള്ളൊരു നിരാശ പ്രബോധകന്മാർക്ക് വരാൻ പാടില്ല. അത് സലഫികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സമൂഹത്തിൽ ദീൻ നിലനിർത്തുക, ദീനിനെ ഹയാത്താക്കുക എന്നതാണ് സലഫി ദഅവത്തിന്റെ പ്രത്യേകത. മനസ്സിലായില്ലേ? ജനങ്ങൾ വിസ്മരിച്ചതിനെ ഓർമ്മപ്പെടുത്തുക, ജനങ്ങൾ നശിപ്പിക്കുന്നതിനെ ഉണർത്തിക്കൊടുക്കുക. അങ്ങനെ ദീനിന്റെ എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുക. ദീനിലേക്ക് പൂർണ്ണമായും ജനങ്ങളെ കൊണ്ടുവരിക. ഏതേത് കാര്യങ്ങളിലും ദീൻ എന്ത് പറയുന്നോ അവിടെ നിൽക്കുവാൻ ജനങ്ങളെ പഠിപ്പിക്കുക. കഴിയുന്നത്ര, ഇത് ഖദറിൽ ഇസ്തിതാഅന ശൈഖ് അവറുകൾ പറഞ്ഞത്. കഴിയുന്നത്ര എന്ന് പറയുമ്പോൾ ഓരോ കാലഘട്ടത്തിലും മതത്തിൽ പിടിച്ചു നിൽക്കുക എന്നത് ശ്രമകരമായ ഒരു പണിയാണ്, യാതൊരു സംശയമല്ല. നിങ്ങൾ നോക്കി, പല ആളുകളും പറയലുണ്ട് അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ, ദുനിയാവ് മുഅ്മിനിന്റെ ജയിലാണ്, സത്യനിഷേധിയുടെ സ്വർഗ്ഗാണെന്ന് പറയുന്നത്. നമുക്കൊന്നും അങ്ങനെ ജയിലായി തോന്നിയിട്ടില്ല, ഇതുവരെ തോന്നിയിട്ടില്ല. എന്താ കാരണം? ദീനിന്റെ പല വിഷയങ്ങളും നമ്മൾ കൃത്യമായിട്ട് ജീവിതത്തിൽ പകർത്തുന്നില്ല. ദീൻ പറഞ്ഞതുപോലെ ദീൻ കൃത്യമായി നമ്മളൊന്ന് ജീവിതത്തിൽ പകർത്തി നോക്കട്ടെ, നമ്മക്ക് ജയിലായിട്ട് തന്നെ തോന്നുക. നിങ്ങൾ നോക്കുമ്പോ പുറത്തുണ്ടിറങ്ങിയാല് എല്ലായിടത്തും പെണ്ണുങ്ങളാണല്ലോ. ട്രെയിനിൽ കയറി അവിടെയും പെണ്ണുങ്ങൾ, ബസ്സിൽ കയറി അവിടെയും പെണ്ണുങ്ങൾ, റോട്ടിൽ ഇറങ്ങി അവിടെയും പെണ്ണുങ്ങൾ, സ്റ്റാളിൽ ചെന്ന് അവിടെയും പെണ്ണുങ്ങൾ, പെട്രോൾ അടിക്കാൻ ചെന്ന് അവിടെയും പെണ്ണുങ്ങൾ, കാഷ്യർ, എല്ലായിടത്തും പെണ്ണെന്നെ. പെണ്ണുങ്ങളെ നോക്കുന്നത് വളരെ ഗൗരവത്തിൽ ഇസ്ലാം വിരോധിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ? അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് കാരണം ആരാ ഇപ്പൊ നോക്കാണ്ടക്കുക? കണ്ണുമുന്നിൽ കൂടി ഇങ്ങനെ പോവല്ലേ, കുറച്ച് ഡ്രസ്സ് ആഭാസകരമായ വസ്ത്രം ധരിച്ച് ശരീരമൊക്കെ പുറത്തണിച്ചിട്ട്. അപ്പൊ അതിങ്ങനെ അതങ്ങോട്ട് എല്ലായിടത്തും ആയിപ്പോയി പെണ്ണുങ്ങൾ. അവിടെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഓർക്കാൻ പറ്റുമോ? അപ്പൊ അവിടെ നോക്കിയാൽ പെണ്ണ്, ഇവിടെ നോക്കിയാലും പെണ്ണ്. അപ്പൊ കണ്ണ് താഴ്ത്തുക എന്നൊക്കെ പറഞ്ഞ തട്ടി തെറിഞ്ഞ് വീല മനുഷ്യൻ എന്നൊക്കെ ചോദിക്കും ചില ആള്. പക്ഷെ അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് ജയിലാണ്, ഇത് ജയിൽ തന്നെയാണ്. നിങ്ങൾ നോക്കിയ സാമ്പത്തിക രംഗത്ത് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ പണം ഉണ്ടാക്കാൻ എന്തെല്ലാം മാർഗങ്ങളാ, പണം ഇരട്ടിപ്പിക്കാൻ എന്തെല്ലാം മാർഗങ്ങളാ. ഇൻഷുറൻസ് നിങ്ങളെ വീട്ടിൽ വരികയാണ്, ഇത്ര പോളിസി എടുത്ത് അത്ര കൊല്ലം കൊണ്ട് ഇത്ര ഇരട്ടി, ഇത്ര ഇരട്ടി പോളിസിക്ക് ഇത്ര അടക്കേണ്ടതുള്ളൂ അല്ലേ, വരില്ലേ? പിന്നെ പെട്ടെന്ന് പണക്കാരനാകാൻ പറ്റി എന്തെല്ലാം കച്ചവടങ്ങളാന്നുള്ളത്. പക്ഷെ കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബീഡി വിൽക്കാൻ പറ്റുമോ? ശരിക്കും വിൽക്കുകയാണെങ്കിൽ വിൽക്കാൻ പറ്റുമോ? പറ്റൂല. പാൻപരാഗ് വിൽക്കാൻ പറ്റുമോ? പറ്റൂല. പിന്നെ പ്രതിമ വിൽക്കാൻ പറ്റുമോ? പറ്റൂല. അശ്ലീല സാഹിത്യം വിൽക്കാൻ പറ്റുമോ? പറ്റൂല. ഇങ്ങനെ പറ്റാത്ത ഒരുപാട് സാധനങ്ങൾ നമ്മൾ ആളുകൾ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കച്ചവടക്കാരപ്പോ ക്രിസ്മസ് വന്നു, ക്രിസ്മസ് ആശംസകൾ നേടി ക്രിസ്മസിന്റെ കേക്കും വെച്ചില്ലെങ്കിൽ കച്ചവടം കുറഞ്ഞു വിചാരിച്ച്. അപ്പൊ ചില ആളുകൾ എന്തായി, സീസൺസ് ഗ്രീറ്റിംഗ്സ്, കേക്ക് ഉത്സവം. ക്രിസ്മസ് ഒന്നും ഞാൻ പറഞ്ഞില്ല, ന്യൂ ഇയർ ഒന്നും ഞാൻ പറഞ്ഞില്ല, സീസൺസ് ഗ്രീറ്റിംഗ്സ്. തട്ടിപ്പ് കണ്ടോ? അപ്പൊ നമ്മളിപ്പോ ക്രിസ്തുമസ് വരുമ്പോ ഒരു കേക്ക് നമ്മൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യാനി മറ്റവന്റെ കടയ്ക്ക് പോകുള്ളൂ. വിഷു വരുമ്പോ വിഷു ആശംസ എഴുതി വെച്ചാലും അപ്പുറത്തെ കടയ്ക്ക് പോകുള്ളൂ. അപ്പൊ വിഷുവിനും ആശംസ കൊടുക്കണം, തിരുവാതിരക്കും കൊടുക്കണം, റംസാനും കൊടുക്കണം, ബക്രീദിനും കൊടുക്കണം. കണ്ടോ? ഇതൊക്കെ എല്ലാവരും ചെയ്യണതാ മൗലവി. നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോവും, നമുക്ക് പിന്നെ കച്ചവടം കിട്ടില്ല, പൂട്ടി പോരേണ്ടി വരും നിങ്ങളെ ഇസ്ലാമും കൊണ്ട് എന്ന് ദേഷ്യം പിടിക്കും അല്ലേ? വലിയ പ്രയാസം തന്നെ ഈ കാലഘട്ടത്തിൽ കച്ചവടം ചെയ്യാറുള്ള, നല്ല പ്രയാസം. ഹലാല് മാത്രമേ ഞാൻ സ്വീകരിക്കുള്ളൂ, ഹറാമായ ഒന്നും ഞാൻ വിൽക്കൂല, ഹറാമായ ഒരു പൈസ ഞാൻ നേടൂല എന്നൊരാൾ തീരുമാനിച്ച ഓന് വലിയ പ്രയാസം തന്നെയാണ്, ഓന് ജയിൽ തന്നെയാണ്. ഞാൻ എടുക്കുന്നത് ഹലാലാണോ ഹറാമാണോ എന്ന് പരിഗണിക്കാത്തൊരു കാലം വരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ ആ കാലത്തേക്കാണ് നമ്മൾ അടിവെച്ച് വന്നുകൊണ്ടിരിക്കുന്നത്.
മനസ്സിലായില്ലേ? അപ്പോ അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ, ദുനിയാവ് മുഅ്മിനിന്റെ ജയിലാണ് എന്ന് പറഞ്ഞ ജയിൽ തന്നെ. ശരിക്ക് നമ്മളെല്ലാം കൃത്യമായിട്ടൊന്ന് പാലിക്കാൻ ശ്രമിച്ചു നോക്കിയാട്ടെ, ഇത് ജയിൽ തന്നെ ആയിരിക്കും അല്ലേ? നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതൊക്കെ പഠിച്ച് രാത്രി കിടക്കാൻ വൈകിയാലും നമുക്ക് തഹജ്ജുദ് നീക്കണല്ലോ റബ്ബേ അല്ലേ? അപ്പൊ നമ്മൾ നോക്കുകയാണ്, ഇപ്പൊ ഇന്ന് പാകപ്പം 4 മണിക്കൂർ ഉറങ്ങാൻ കിട്ടുക, എന്നാ സുബഹിട്ടൊന്ന് കിടക്കാൻ പറ്റും. അല്ല, അപ്പത്തെ വേറെ ഉത്തരവാദിത്തമുണ്ട്, നമുക്ക് ബുദ്ധിമുട്ടായി അല്ലേ? ജമാഅത്തിനെത്തണം, സുബഹിക്ക് പള്ളിയിലെത്തണം, അതിന് ദിക്റുണ്ട്, അത് കഴിയുമ്പോഴത്തേന് നമുക്ക് കുട്ടികളെ മദ്രസയിൽ കൊണ്ടാക്കണം, അപ്പത്തിന് ഭക്ഷണം അന്വേഷിച്ച് ജോലിക്ക് പോകണം. എല്ലാം നോക്കി എല്ലാം നമ്മൾ കൃത്യമായി പാലിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് തോന്നുന്നത് ജയിൽ തന്നെയാണ്. പക്ഷെ എന്താ അറിയോ, സ്വർഗം ഉണ്ടല്ലോ, ഈ ദുനിയാവിന് വേണ്ടി അല്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് സമാധാനം കിട്ടും. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീനിന്റെ മുഴുവൻ കാര്യങ്ങളും അതിനെ നാം പ്രാധാന്യം കൊടുക്കണം. ദീൻ ഒരു കാര്യവും നിസാരാക്കി കണ്ടിട്ടില്ല, തള്ളിക്കളയേണ്ടതല്ല. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയിട്ട് ചെറുതും വലുതും തീരുമാനിച്ചിട്ട് അത് സാരില്ല, അതൊക്കെ വിട്ടേക്കും, ആ നിക്കാലത്ത് പറയാൻ പറ്റില്ല, ഇയാൾക്ക് ഭ്രാന്താന്ന്, ഇയാൾക്ക് ഓരോന്ന് പറഞ്ഞുകൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾക്ക് പറ്റിയത് മാത്രം പറയണ ചില വയലുകാരുണ്ട്. പല വയലിൽ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടം നല്ല വയലാട്ടോ. കാരണം എന്താ, ബല ആരും മേത്ത് തട്ടിയിട്ടില്ല, ആരെ ദേഹത്തും തട്ടാത്ത വയല്, അതെല്ലാം എളുപ്പല്ലേ? എന്താ വയല്, അങ്ങനത്തെ വയലുകൊണ്ട് കാര്യമല്ല. ദീന് ജനങ്ങളെ കൃത്യമായി പഠിപ്പിക്കണം, ജനങ്ങളെ ഇഷ്ടം നോക്കി പറഞ്ഞു കൊടുക്കാം. പിന്നെ ദൈവത്തെ തന്നെ പണിക്ക് പറ്റുമോ? ഏതെങ്കിലും നബിനെ ആളുകൾ പൂമാലിട്ട് സ്വീകരിച്ചണ ഉണ്ടോ? ഒരു നബിനങ്ങൾ പറഞ്ഞെന്താണ്? ഒരാളെ മാത്രം കിട്ടിയൊരു നബി ഉണ്ടായിട്ടുണ്ട്, ഒരാളെയും കിട്ടാത്ത നബി ഉണ്ടായിട്ടുണ്ട്. ശൈലി മോശം കൊണ്ടാ ചില ആളുകൾ ഇപ്പൊ അതാണ്, നല്ലോണം ആള് കൂടുമ്പോ കണ്ടോ അയാളെ ദൈവത്തെ ശൈലി ഉഷാറായിട്ടാ, ആള് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അയാളെ ദൈവത്തെ ശൈലി മോശാട്ടാ. എന്നാ നബിമാരോ, നൂഹ് നബി 950 കൊല്ലം പ്രബോധനം ചെയ്തിട്ട് പേരിൽ 2ാമത്തെ ആളെ കിട്ടിയത്. അള്ളാന്റെ അടുത്ത് ദൈവത്തെ ശൈലി പഠിച്ചു വന്ന ആളാ നൂഹ് നബി. എന്നിട്ട് എന്തേ ഒരാളെയും കിട്ടാത്ത നബി, ദൈവത്ത് മോശമായിട്ടാ? അതല്ല, നമ്മൾ പറയേണ്ടത് കൃത്യമായിട്ട് പറയാ, അത് നസീഹത്തോടെ പറയാ, സ്വീകരിക്കുന്ന ആൾ എത്ര ഉണ്ട് നോക്കിയിട്ടല്ല നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ നോക്കാനേ നിൽക്കരുത്. നമ്മൾ ആള് കൂടുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് നമ്മളെ യോഗ്യതയെന്ന് നമ്മൾ വിചാരിക്കരുത്. പറയുന്നവൻ്റെ യോഗ്യതയാണെന്നോ നമ്മളെ സെറ്റപ്പിന്റെ മെച്ചാന്നോ ഒന്നും നമ്മൾ വിചാരിക്കരുത്. നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായി അത് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ദീനിന്റെ മുഴുവൻ കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുക എന്നത് സലഫികൾ എക്കാലത്ത് ചെയ്യുന്ന കാര്യം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അന്ന ളുഹൂറൽ മുഅ്മിനീന വസലാഹ അഹ്വാലിഹിം മർബൂത്തും ബി അംറൈൻ അൽ ഇൽമു നാഫിഅ വൽ അമലു സാലിഹ്. വിശ്വാസികൾ മുഅ്മിനീങ്ങളുടെ വിജയവും അവരവസ്ഥകൾ നന്നാകുന്നതും 2 കാര്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഒന്ന് നാഫിയായ ഇൽമ്, മറ്റൊന്ന് സ്വാലിഹായ അമല്. നാഫിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ ഉപകാരപ്രദമായ അറിവ്, മറ്റൊന്ന് സ്വാലിഹായ അമലും. ഇത് രണ്ടുമാണ് മുഅ്മിനീങ്ങളുടെ വിജയത്തിന് ആധാരം. നിങ്ങൾ നോക്കിങ്ങൾ 2 പ്രധാന, ഇത് സലഫികളുടെ അടിസ്ഥാന തത്വ. എവിടെയൊക്കെ സലഫികളുണ്ട് അവരൊക്കെ ചെയ്യുന്ന കാര്യം തന്നെ ഇൽമു നാഫി ജനങ്ങളെ പഠിപ്പിക്കും. ഏതാ ഇൽമു നാഫിയായി? ശറഈയായ ഇൽമ്, ഭൗതിക വിജ്ഞാനമല്ല, ശറഈയായ ഇൽമ്. എല്ലാ സലഫികളുടെ പള്ളിയിലും എന്നും ക്ലാസ് ഉണ്ടാവും, ആളുകൾക്ക് ദീൻ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും, എല്ലാവരും പഠിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനത്തെവരായിരിക്കും സലഫികള്. മനസ്സിലായില്ലേ? ഇൽമു നാഫിയാകപ്പെടാ അത് അമലിൽ കൊണ്ടുവരുമ്പോഴാണ്. റബ്ബി സിദ്നി ഇൽമാ, പടച്ചവൻ എനിക്ക് ഇൽമു വർദ്ധിപ്പിച്ചു തരണേ, റബ്ബേ എനിക്ക് വിജ്ഞാനം വർദ്ധിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ ഖുർആൻ പറഞ്ഞത് അള്ളാന്റെ റസൂലിനോടാ പറഞ്ഞ്. അപ്പൊ നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ ഇൽമു പഠിക്കാൻ മെനക്കെടാതെ വെറുതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? കാര്യമില്ലല്ലോ. മാത്രമല്ല എല്ലാ സുബഹിക്കേശവും നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞെന്താ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. ചെല്ലുന്നവർക്ക് ഓർമ്മ ഉണ്ടാവും, ചെല്ലാത്തവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. പറഞ്ഞിട്ട് കാര്യമല്ല, നാളെ മുതൽ നിങ്ങൾ ചൊല്ലി തുടങ്ങിക്കോളി. അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു ഇൽമൻ നാഫിഅ, ഉപകാരപ്രദമായ അറിവ്, വറിസ്ഖൻ ത്വയ്യിബ, വിശിഷ്ടമായ ഉപജീവനം, പിന്നെ വഅമലൻ മുതഖബ്ബല, സ്വീകാര്യമായ അമല്. അപ്പൊ നാഫിയായ ഇൽമിന് വേണ്ടി പ്രാർത്ഥിക്കുക. നാഫി അല്ലാത്ത ഇൽമിൽ നിന്ന് രക്ഷ ചോദിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൽബിൻ ലാ യഖ്ശഅ വമിൻ നഫ്സിൻ ലാ തസ്ബഅ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. അല്ലാഹുവേ, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. എന്തിൽ നിന്നൊക്കെ? ഉപകാരമില്ലാത്ത ഇൽമിൽ നിന്നും, പിന്നെ ഖുശൂ ഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്നും, മതി വരാത്ത മനസ്സിൽ നിന്നും, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്നും. ഈ 4 കാര്യങ്ങളിൽ നിന്നും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തിരുന്നു? രക്ഷ ചോദിച്ചിരുന്നു. ഇൽമ നേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും നമുക്ക് തിരക്കിനിടയിൽ നല്ല പ്രവർത്തനമാണ്, നമ്മൾ അറിയപ്പെട്ട പ്രവർത്തകനാണ്, പക്ഷേ ഫാത്തിഹ സൂറത്തിൻ്റെ അർത്ഥം കൂടി അറിയില്ല. നമുക്ക് നേരല്ല, നമ്മൾ തിരക്കാണ്, ദൈവത്തിൻ്റെ തിരക്കുകൊണ്ടേ അല്ലേ? QHLS നടത്തണം നമ്മൾ എല്ലാവരും വരുന്നറിയും. തുടക്കത്തിലൊക്കെ ഉണ്ടാവും, ആട്ടി പിടിച്ചൊരു 35-50 ആളൊക്കെ ഉണ്ടാവും. പിന്നെ അങ്ങനെ കുറഞ്ഞ് അങ്ങനെയാണ് പോയിട്ട് അവസാനം ക്ലാസ് എടുക്കണതിനെ വന്നിട്ട് ബൾബിടേണ്ടി വരും, ഓൻ തന്നെ വന്നിട്ട് ബോർഡ് വായിച്ചേണ്ടി വരും. ഇതിങ്ങനെ കാത്തിക്കണ്ടിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ അല്ലേ? മാത്രമല്ല ചിലപ്പോൾ ഏൽപ്പിച്ചപ്പെട്ട ആൾ പറയും, ഞാൻ സെക്രട്ടറിയാണ്, എനിക്ക് ബോർഡ് റെഡിയാക്കി ഡസ്റ്റർ അവിടെ കൊണ്ടുവന്ന് വെച്ച് ചോക്ക് അവിടെ കൊണ്ടുവന്ന് വെച്ച് അസ്സലാമു അലൈക്കും, എനിക്ക് കുറച്ച് പോകണ്ടേ, കുറച്ച് പണിയുണ്ട്, ഖലാസ്. ഓൻ പഠിക്കൂല, ഓനൊരു കാലത്തും പഠിക്കൂല. അല്ലെങ്കിൽ വലിയ വലിയ പരിപാടികളൊക്കെ വെക്കുന്നിടത്ത് നോക്കുന്നുണ്ട്, സംഘാടകർ ഇങ്ങനെ അങ്ങോട്ട് പാഞ്ഞിട്ട് ഓല് കേൾക്കലില്ല, ഒരു കേൾക്കാൻ നേരം ഉണ്ടാവില്ല. ക്യാമ്പ് നടത്താൻ വേണ്ടി എന്നോട് പറയുമ്പോൾ ഞാൻ പറയലുണ്ട്, ചോറ് നിങ്ങൾ വെക്കുകയാണോ ക്യാമ്പ് നടത്തരുത്. ആകെ 4 ആളൊരു യൂണിറ്റിൽ ഉണ്ടാകുക, ഓലി ചോറുമ്പോ കെട്ടിമറിയും. ഈ ക്യാമ്പ് കൊണ്ട് ഓൽക്കൊരു ഗുണവും കിട്ടൂല. അല്ല, ചോറ് കൊടുക്കുന്ന ക്യാമ്പാണോ പുറത്തുനിന്നൊരു ഏജൻസിന്റെ ഭക്ഷണം ഏൽപ്പിക്കുക, ഓല ആ സമയത്ത് പൊതിയോടെ കൊടുക്കും. നിങ്ങൾ അതിന് മെനക്കണം പറ്റില്ല. നിങ്ങളും സംഘാടകരൊക്കെ മുമ്പിൽ നിന്നത് കേൾക്കണം, അതിനാ ക്യാമ്പ്. അല്ലെങ്കിൽ നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം നടത്തിക്കോ, 4 മണിക്ക് തുടങ്ങിക്കോ, ഒരു 8 മണി 9 മണി അവസാനിപ്പിച്ചോ, ഒരു ചായ മാത്രം കൊടുത്താൽ മതി അസറിന്റെ നേരത്ത്. അത് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ പഠിക്കാന്നുള്ളത് പണ്ടൊക്കെ സെലഫികൾ നല്ലോണം പഠിച്ചിരുന്നു. ഇപ്പോഴത്തെ ആളുകൾക്ക് പഠിക്കാൻ നേരമില്ല, സീരിയസ് ആയിട്ടൊരു ലേഖനം വായിക്കാൻ നേരമില്ല. ഒരു പ്രസംഗം ഒരു 1.5 മണിക്കൂർ നിങ്ങളൊന്ന് കേൾക്കാൻ പെട്ടെന്നുള്ള വില ക്ലിപ്പ് കാണാനാണെങ്കിൽ നമ്മൾ റെഡിയാ. ക്ലിപ്പ് പെട്ടെന്ന് കാണാലോ, ആരെങ്കിലുമൊക്കെ മുറിച്ചുണ്ടാക്കിയ തുണ്ടുകൾ ഇങ്ങനെ അത് കേട്ടിട്ട് അതാ അവൻ്റെ ഇൽമ്. ഇപ്പൊ ആളുകളെ ഇൽമിന്റെ സ്രോതസ് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇന്റർനെറ്റ്. എന്നിട്ട് ഓരോ ജാഹിലികൾ ഓരോന്ന് മുറിച്ച് അതിലും ഇതിലൊക്കെ ഇട്ടിട്ടുണ്ടാവും. അത് കേട്ടോ അവൻ്റെ ഇൽമതാ. ഇതിങ്ങനെ മാന്തുക അല്ലേ, തൊട്ടുകൂട്ടണമാതിരി ഇങ്ങനെ അല്ലേ, ഇത് ഇന്ന പണി എപ്പോഴും. അതിന് കിട്ടുന്ന ഇൽമാപ്പ ആളുകൾക്ക് വലിയ ഇൽമാറ്റി. ഓരോ ജാഹിലിങ്ങൾ ഓരോന്ന് എഴുതി, ആ സാധനം അടച്ചു വെച്ചാൽ അത്രയും നന്നത്. ഒരു ആയത്തോതാൻ സമയമല്ല, ഒരു ഹദീസ് വായിക്കാൻ സമയമല്ല, ഒരു നല്ല ലേഖനം വായിക്കാൻ സമയമല്ല, ഒരു നല്ല ക്ലാസ് കേൾക്കാൻ നേരമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇൽമുൻ നാഫിഉം അതിനനുസരിച്ച് സാലിഹായ അമലും മാത്രമാണ് നമ്മുടെ രക്ഷ. അതുകൊണ്ട് നമുക്ക് ഇൽമുണ്ടോ നമ്മളൊക്കെ പരിശോധിക്കാം. നമുക്ക് ഖുർആൻ എത്ര ഹിഫ്ളുണ്ട്? നമ്മൾ ഖുർആൻ പഠിക്കലുണ്ടോ? ഖുർആൻ ഓതാൻ അറിയാത്ത എത്ര ആളിപ്പോൾ നമ്മളെ കൂട്ടത്തിലുണ്ട്? നമസ്കാരത്തിലെ ദിക്റുകൾ തന്നെ ഒന്ന് അർത്ഥസഹിതം പഠിക്കാത്ത എത്ര ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്? അപ്പം അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, നമ്മൾ പഠിക്കണം. ഞാനും സെൽഫി നടന്നിട്ട് കാര്യമില്ല, പഠിക്കണം. ഇൽമ്, നാഫിയായ ഇൽമ്, അത് നേടാനുള്ള സംരംഭങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയും അത് നമ്മളൊക്കെ ഇരിക്കുകയും നമ്മളെ കുടുംബവും പഠിക്കുകയും വേണം. അങ്ങനെ പഠിച്ച് മനസ്സിലാക്കി മുന്നേറുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അറിവില്ലാത്ത ബന്ധമുള്ള തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദ്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.